പോലീസ് അക്കാദമിയിൽ നിന്നും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ 29th B ബാച്ചിലെയും 30th ബാച്ചിലെയും SA കേഡറ്റ്സിൻ്റെ ഗ്രാജുവേഷൻ സെറമണി ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോലീസ് സയൻസ് ശ്രീ അജീജ് KK അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡയറക്ടർ കെപ്പ ആൻഡ് ADGP ട്രെയിനിങ് ഡോക്ടർ B സന്ധ്യ IPS അവരെ, ബഹുമാനപ്പെട്ട DIG ട്രെയിനിങ് ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവരെ, അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരായ ശ്രീ സുബ്രഹ്മണ്യൻ, ശ്രീ നജീബ്, മറ്റ് DYSPമാരെ, മറ്റ് ഈ 29ാം 30ാം ബാച്ചിൻ്റെ പരിശീലകരെ, ഏറ്റവും പ്രിയപ്പെട്ട ട്രെയിനീസ്, നിങ്ങളുടെ ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ ആരാണ് നിങ്ങളുടെ പരിശീലകർ എന്നാണ് ചോദിക്കുക. പ്രത്യേകിച്ച് കേരള പോലീസ് അക്കാദമി നിങ്ങളെ പരിശീലനത്തിന് ചുക്കാൻ പിടിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള പോലീസിലെ തന്നെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ B സന്ധ്യ IPS അവർകളാണ്. മാഡമാണെന്ന് പറയുമ്പോൾ കേരള പോലീസ് നിങ്ങളിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. എങ്കിലും അതിനു മുമ്പായി ഞാൻ ചെറിയൊരു കഥ പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഒരു തമാശ രൂപത്തിലുള്ള കഥയാണ്. പണ്ട് അമേരിക്കയിൽ പൂച്ചകളുടെ ഒരു മത്സരം നടന്നു. ഏറ്റവും ശക്തമായ പൂച്ചകളുടെ ഒരു മത്സരം നടന്നു. ആ മത്സരത്തിൽ ഒരു ഇന്ത്യൻ പൂച്ച വിജയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ അംബാസഡറെല്ലാം ഭയങ്കര ഒരു പാർട്ടിയെ കൊടുത്തു. അദ്ദേഹത്തിന് ഒരു അനുമോദന സമ്മേളനമൊക്കെ വെച്ചു. അപ്പോൾ ചോദിച്ചു, ഈ ലോകത്തുള്ള എല്ലാ പൂച്ചകളെയും, പ്രത്യേകിച്ച് അമേരിക്ക, റഷ്യ, ജപ്പാൻ, ചൈന, എല്ലാ പൂച്ചകളെയും പിന്തള്ളിക്കൊണ്ട് നിങ്ങളിങ്ങനെ ഒരു ഇന്ത്യക്കൊരു അഭിമാനകരമായ ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ്, ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അംബാസഡറോട് ഈ പൂച്ച വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, അങ്ങ് ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം, ഞാൻ ഇന്ത്യയിലെ പുലിയാണ്. ഈ അവസരത്തിൽ അത് പറയാൻ കാരണം, നിങ്ങളിൽ നിന്ന് കേരള പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള പോലീസിൽ നിങ്ങളെ ആരാണ് ട്രെയിൻ ചെയ്തത്, നിങ്ങളുടെ ട്രെയിനിങ്ങിന് ആരാണ് മേൽനോട്ടം വഹിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളെ കേരള പോലീസ് പ്രതീക്ഷിക്കുന്നത് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ്. ഈ കഥ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ 19th ബാച്ച് ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങളെയും ഇതേപോലെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് ഓരോ ജില്ലകളിലേക്ക് അയച്ചു. ആ സമയത്ത് എനിക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് കിട്ടിയത് തൃശ്ശൂർ ജില്ലയിലാണ്. മാഡത്തിൻ്റെ കീഴിൽ പ്രഗത്ഭരായ DYSP ആയ സുബ്രഹ്മണ്യൻ സാർ, അതുപോലെ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ സാർ, ഉണ്ണിരാജ സാർ, ഇവരുടെ കീഴിലാണ് എൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞത്. പക്ഷേ ഞാൻ ഇതുവരെ ആരോടും പറയാറില്ല. കാരണം ആ അമേരിക്കയിലെ പുലി പൂച്ചയാണെന്ന് പറഞ്ഞ് നടന്ന പോലെ മാഡത്തിൻ്റെ ട്രെയിനിയാണെന്ന് പറയാൻ എനിക്ക് പേടിയാണ്. അതുപോലെ സുബ്രഹ്മണ്യ സാറിൻ്റെ ട്രെയിനിയാണ്, അല്ലെങ്കിൽ ഉണ്ണിരാജ സാറിൻ്റെ ട്രെയിനിയാണ്, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ ട്രെയിനിയാണെന്ന് പറയാൻ പേടിയാണ്. കാരണം ഇവരെല്ലാം മഹാരഥന്മാരാണ്. ഇവരുടെ ഒരു ട്രെയിനി എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് പുലർത്തുന്ന പ്രതീക്ഷ ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം മാഡത്തിൻ്റെ ട്രെയിനിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അതുപോലെ നിങ്ങൾക്കെല്ലാവരും, നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് കേരള പോലീസ്. തീർച്ചയായും നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങാണ് നിങ്ങൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് കിട്ടുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഒരു പരിധിവരെ, നിങ്ങൾ അച്ഛനമ്മമാർ കാണിക്കുന്ന നല്ല പ്രവൃത്തികളെ നിങ്ങൾ അനുകരിക്കുന്ന പോലെ, അല്ലെ അച്ഛനമ്മമാരെ അനുകരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ട്രെയിനേഴ്സിനെ നിങ്ങൾ അനുകരിക്കും. അപ്പോൾ തീർച്ചയായും എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ ട്രെയിനേഴ്സായിട്ട് വരുന്ന ആൾക്കാരെയും, അതുപോലെ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫീൽഡ് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഏത് ഓഫീസറാണ് കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് പൂർത്തിയാക്കി
കേരള പോലീസ് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേരള പോലീസിൻ്റെ ഈ ട്രെയിനിങ്ങിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മാഡമാണ്. നിങ്ങളുടെ ട്രെയിനിങ്ങിൽ വളരെ ആത്മാർത്ഥത്തോടുകൂടി വളരെ നിങ്ങൾക്കെല്ലാവർക്കും ട്രെയിനിങ് കഴിഞ്ഞ് പോകുമോ, പാസിംഗ് ഔട്ട് നടക്കുമോ, ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന് പറയുമ്പോഴും നിങ്ങളെക്കുറിച്ച് ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായപ്പോൾ മാഡം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാഡം അവർക്ക് അവരുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് ചെറിയൊരു അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ടാണ്, അതിനല്ലേ നമ്മൾ നടക്കുന്നത്, അവരുടെ ട്രെയിനിങ് നല്ല രീതിയിൽ പൂർത്തിയാക്കാനല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവരോട് പറയുക, എല്ലാവിധ സപ്പോർട്ടുകളുണ്ടാവും, അവരിവിടെ നിന്ന് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പാസിംഗ് ഔട്ട് നടത്തി അവർ പുറത്തു പോകും എന്നുള്ള മെസ്സേജ് നിങ്ങൾ കൊടുക്കണം എന്നെല്ലാ രീതിയിലും മാഡം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും കേരള പോലീസ് അക്കാദമിയുടെ പേരിലും ഈ ചടങ്ങിലേക്ക് മാഡത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ട്രെയിനിങ്ങിൻ്റെ തുടക്ക സമയത്ത് അനൂപ് സാറായിരുന്നു ഇവിടെ DIG ട്രെയിനിങ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ ഈ കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് DIG ട്രെയിനിങ് ശ്രീ നീരജ് ഗുപ്ത IPS അവരുടെ നേതൃത്വത്തിലാണ് ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും കേരള പോലീസ് അക്കാദമിയുടെ പേരിലും ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങളുടെ ഔട്ട്ഡോർ ട്രെയിനിങ് നേരത്തെ അനൂപ് സാറിൻ്റെ കഥകൾ പറഞ്ഞ പോലെ തന്നെ ഔട്ട്ഡോർ ട്രെയിനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻഡോറിൻ്റെയും അതിനേക്കാൾ ഉപരി ഒരു മെൻറ്റർ എന്ന നിലയിലും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയിരുന്നത് ശ്രീ റജീവ് ജക്കബ് സാറാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ അദ്ദേഹം വേറൊരു വർക്കിൽ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഔട്ട്ഡോർ ട്രെയിനിങ്ങിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രീ TK സുബ്രഹ്മണ്യൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഔട്ട്ഡോർ ആണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ നമ്മുടെ MT SP ശ്രീ നജീബുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാ DYSPമാരുണ്ട്, എല്ലാ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ DC ശ്രീ പ്രകാശനുണ്ട്. പ്രകാശനാണ് നിങ്ങളുടെ ഓരോ ചലനവും കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ കൂടെ ബാരക്കുകളിലും നിങ്ങളുടെ കൂടെ ട്രെയിനിങ് കമ്പനികളിലും നിങ്ങളുടെ കൂടെ ഗ്രൗണ്ടിലും ഉണ്ടായിരുന്ന എല്ലാ ഇൻസ്ട്രക്ടേഴ്സുമുണ്ട്. അവരോരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതിനേക്കാളുപരി ഈ ചടങ്ങ് വളരെ മനോഹരമാക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ എല്ലാ ട്രെയിനീസിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങ് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്, മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുണ്ട്. ബാക്കി എല്ലാവരുടെ കോമ്പയറിംഗ് നമ്മുടെ അടുത്ത ബാച്ചിലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ ബാക്കി ഈ ചടങ്ങിൽ വിട്ടുപോയിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതോടനുബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയാണ്. മാഡത്തിൻ്റെ സമ്മതത്തോട് ഞാൻ ആ റിപ്പോർട്ട് വായിക്കുന്നു. കേരള പോലീസിലെ 29ാമത് ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർ കേഡറ്റുകളുടെ അടിസ്ഥാന പരിശീലനം 13/5/2019 തീയതിയും 30ാമത് ബാച്ചിലെ 40 SI കേഡറ്റുകളുടെ അടിസ്ഥാന പരിശീലനം 5/7/2019 തീയതിയും കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചു. 14 വനിതകൾ ഉൾപ്പെടെ 104 പേരാണ് ഈ 2 ബാച്ചുകളിലായുള്ളത്. ആധുനിക സിലബസിൻ്റെ പ്രകാരമുള്ള തീവ്ര പരിശീലനമാണ് കേഡറ്റുകൾക്ക് നൽകിയിട്ടുള്ളത്. വിവിധ നിയമ വിഷയങ്ങൾക്കൊപ്പം ഇന്ത്യൻ ഭരണഘടന, ഫോറൻസിക് സയൻസ്, ക്രിമിനോളജി, ഫോറൻസിക് മെഡിസിൻ എന്നിവയിലെ വിദഗ്ധരുടെ ക്ലാസുകളും പരിശീലനത്തിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. പരിശീലന കാലയളവിൽ പരിശീലനാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്നതിന് സംഘാടക മികവ് വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ ഹോബി ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുകയും പരിശീലനാർത്ഥികൾ തന്നെ ഹോബി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സെമിനാറുകളും പരിശീലന കളരിയും നടത്തി സംഘാടക പാഠവും തെളിയിച്ചിട്ടുള്ളതാണ്. ആധുനിക കാല വിഷയങ്ങളിലും മറ്റു നിയമവിഷയങ്ങളിലും സിൻഡിക്കേഷൻ നടത്തിയിട്ടുള്ളതാണ്. കൂടാതെ ഇൻഡോർ വിഷയങ്ങളിൽ വീക്ക്ലി അസസ്മെൻറ്റ് ടെസ്റ്റുകളും വിവിധ തലങ്ങളിലെ വിദഗ്ധരായ വ്യക്തികളുമായുള്ള സംവാദവും നടത്തിയിട്ടുണ്ട്. കേരള പോലീസിൻ്റെ സൈബർ ഫോറൻസിക്കിൻ്റെ വിദഗ്ധ സംഘം സൈബർ കുറ്റാന്വേഷണ പരിശീലനം നൽകിയിട്ടുണ്ട്. ഒരു വർഷത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായി പരിശീലനാർത്ഥികൾക്ക് കളരി, യോഗ, കരാട്ടെ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിൽ പരിശീലനം നൽകി. കേരള പോലീസിൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന ആധുനിക ആയുധങ്ങൾ
ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും ഫയറിംഗ് പരിശീലനം നൽകിയിട്ടുള്ളതുമാണ്. പരിശീലനത്തിൻ്റെ ഭാഗമായി ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ കീഴിൽ കാഡ്സ്, കേരള ആൻറ്റി ടെററിസ്റ്റ് ഗ്രൂപ്പ്, അതുപോലെ 2 ആഴ്ച കാലത്തെ ജംഗിൾ ട്രെയിനിങ് എന്നിവ നൽകിയിട്ടുള്ളതാണ്. കൂടാതെ ഹൈദരാബാദിൽ ഗ്രേ ഹൗണ്ടിൽ കീഴിൽ കമാൻഡോ കോഴ്സും 29th ബാച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലനം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിലും പ്രത്യേക പരിശീലനം നൽകി. ദുരന്ത നിവാരണ സേനയുടെ കീഴിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ കോസ്റ്റൽ ട്രെയിനിങ്, ഫീൽഡ് ക്രാഫ്റ്റ്, ഫസ്റ്റ് എയ്ഡ്, എക്സ്പ്ലോസീവ് എന്നീ മേഖലകളിലും പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി റൂട്ട് മാർച്ച്, നീന്തൽ പരിശീലനം, ഡ്രൈവിംഗ് പരിശീലനം എന്നിവയും നൽകിയിട്ടുണ്ട്. അടിസ്ഥാന പരിശീലന കാലയളവിൽ COVID-19 മഹാമാരിക്കിടയിൽ 45 ദിവസം കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി ബോധവൽക്കരണം, മാസ്ക് വിതരണം, സാനിറ്റൈസർ വിതരണം, അശരണരായ രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച സേവനം അർപ്പണബോധത്തോടെ നൽകുവാൻ നമ്മുടെ കേഡറ്റുകൾക്ക് കഴിഞ്ഞു എന്നത് കേരള പോലീസ് അക്കാദമിയെ സംബന്ധിച്ചോളം അഭിമാനകരമാണ്. പരിശീലനം പൂർത്തിയാക്കിയ 104 ട്രെയിനികളിൽ ഒരാൾ M.Tech ബിരുദധാരിയും 2 പേർ MBA ബിരുദധാരികളും 2 പേർ MCA ബിരുദമുള്ളവരും 11 പേർ B.Tech ബിരുദധാരികളും 23 പേർ ബിരുദാനന്തര ബിരുദമുള്ളവരുമാണ്. അടിസ്ഥാന പരിശീലനത്തോടൊപ്പം തന്നെ കോവിഡ് കാലഘട്ടത്തിലെ ചില പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 1.5 മാസത്തോളം കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെ പ്രായോഗിക പരിശീലനവും അനുഭവ സമ്പത്തും ഈ ബാച്ചുകൾക്ക് മാത്രം ലഭിച്ച പ്രത്യേകതയാണ്. കേരളത്തിലെ നിയമപരിപാലനത്തിന് മുതൽ കൂട്ടാവുകയും വിധം കേരളത്തിൻ്റെ നിയമപരിപാലനത്തിന് മുതൽ കൂട്ടാവും വിധം കഴിവുള്ള 104 സബ് ഇൻസ്പെക്ടർമാരായി മാറാൻ കഴിയുമെന്നത് അക്കാദമിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും സമ്മതത്തോടും ഞാൻ ഈ റിപ്പോർട്ട് വെക്കുന്നു. ഈ ചടങ്ങിൽ സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തത് SI കേഡറ്റ്സിൻ്റെ ഫീഡ്ബാക്ക് ആണ്. പേരുകൾ വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ വന്ന് ഫീഡ്ബാക്ക് നടത്തുക. ബിനിമോൾ ബി, 29th B ബാച്ച്. ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഡോക്ടർ B സന്ധ്യ IPS അവറുകൾ, DIG ട്രെയിനിങ് കെപ്പ ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവറുകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഔട്ട്ഡോർ ശ്രീ TK സുബ്രഹ്മണ്യൻ അവറുകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ് ശ്രീ അജി KK അവറുകൾ, AD അഡ്മിൻ ശ്രീ നജീബ് സാർ, മറ്റ് DYSPമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ഓഫീസേഴ്സ്, സഹ ട്രെയിനീസ്, ഏവർക്കും നമസ്കാരം. നീണ്ട 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സബ് ഇൻസ്പെക്ടറായി നിയമനം ലഭിച്ച് 2019 മെയ് 13 ഞങ്ങൾ 60 പേർ പരിശീലനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 14 മാസം പിന്നിട്ടിരിക്കുന്നു. ആദ്യ 2 ആഴ്ച കാലത്തെ ഐസ് ബ്രേക്കിംഗ് ടൈം ട്രെയിനിങ്ങിനോട് മാനസികമായി പൊരുത്തപ്പെടുവാൻ വളരെയധികം സഹായിച്ചു. പിന്നീട് ഞങ്ങളെ നിയമത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ കുട്ടപ്പൻ സാറിനെ എനിക്ക് മാത്രമല്ല 29 B ബാച്ചിലെ ഓരോ കേഡറ്റും അവരുടെ സർവീസ് ജീവിതാവസാനം വരെ മറക്കുകയില്ല. ഫോറൻസിക് സയൻസിൻ്റെ കാണാപ്പുറങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് പകർത്തുവാൻ അന്നമ്മ മാഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ IPC പഠിപ്പിച്ചെന്ന രാജപ്പൻ സാർ, ക്രിമിനോളജിസ്റ്റ് ജയേഷ് സാർ, അങ്ങനെ കെപ്പയിലെ ഫാക്കൽറ്റിമാരും പുറത്തുനിന്നും വന്ന് ക്ലാസ്സുകൾ എടുത്തിരുന്ന ഓരോ അധ്യാപകരും അവരവരുടെ വിഷയങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. എല്ലാത്തിലും ഉപരിയായി ഞങ്ങൾക്ക് വേണ്ടി ഇനി ഏത് വിഷയം എന്ന ചിന്ത മാത്രമേ നടക്കുന്ന DYSP ജോർജ് സാറിനെ വളരെ സ്നേഹത്തോടെ എന്നും ഓർക്കും. ഔട്ട്ഡോർ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ പരിക്കുകളൊന്നും കൂടാതെ തന്നെ ട്രെയിനിങ് തുടങ്ങിയ 60 പേരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രേ ഹോൺസ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിനെയും തരണം ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥയും ക്ഷമയും കൈവന്നത് ഗ്രേ ഹോൺസിലെ ട്രെയിനിങ്ങിനിടയിലാണെന്ന് പറയാതെ വയ്യ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, സീനിയേഴ്സിന് പകരം T1 കമ്പനിയാണ് ഗ്രേ ഹോൺസിലേക്ക് അയക്കുന്നതറിഞ്ഞപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ ഞങ്ങൾ പേടിച്ചുപോയി. കാരണം ക്യാറ്റ്സിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞത് അത്രയും ഭീകരമായിരുന്നു. പക്ഷേ ആ സമയത്ത് രക്ഷാകർത്താക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അന്നത്തെ DIG ആയ അനൂപ് സാറും AD ഔട്ട്ഡോറായിരുന്ന റിജി ജേക്കബ് സാറും AC പ്രകാശൻ സാറും OC ആയിരുന്ന രാജേഷ് സാറും തന്ന ഒരൊറ്റ ധൈര്യത്തിൽ ഗ്രേ ഹോൺസിൽ എത്തിച്ചേർന്നു. പിന്നീടുള്ള 24 വർക്കിംഗ് ഡേയ്സ് കഠിനവും പ്രയാസങ്ങൾ നിറഞ്ഞതുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ധൈര്യമായി പറയും, നാളെ ഫീൽഡിൽ കാണുന്ന ഏതൊരവസ്ഥയും എത്ര കഠിനവും ആവട്ടെ അതൊക്കെ നേരിടുവാൻ ഞങ്ങൾക്ക് ഗ്രേ ഹോൺസിൽ നിന്ന് കിട്ടിയ ആ ഒരൊറ്റ മാസത്തെ ട്രെയിനിങ്ങിന് മാത്രം കഴിയുമെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്.
ഈ ഒരു അവസരത്തിൽ DIG അനൂപ് സാറിനും രജി ജഗ് സാറിനും പ്രകാശൻ സാറിനും 29B ബാച്ചിലെ ഓരോ കേഡറ്റിൻ്റെ പേരിലും നന്ദി പറയുന്നു. കെപ്പയിൽ നിന്നും ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഓരോ സബ് ഇൻസ്പെക്ടർ ബാച്ചിനും ഗ്രേ ഹൗൺസിലെ ട്രെയിനിങ് ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. T1 കമ്പനി കുടുംബത്തിലെ സീനിയർ ഡ്രിൽ ഇൻസ്ട്രക്ടറായിരുന്ന മുഹമ്മദ് സാദിഖ് സാർ മുതൽ ടിജോ സാർ വരെ എത്തി നിൽക്കുന്നു. ട്രെയിനിങ് മധ്യേ അക്ഷരാർത്ഥത്തിൽ ഒരു രക്ഷകർത്താവിനെ പോലെ കടന്നുവന്ന OC രാജേഷ് സാറിനോട് ഞങ്ങൾ ഓരോ കേഡറ്റും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ SIമാരായ വിൽസൺ സാർ, ജെൽസൺ സാർ, ASI രാജു സാർ, NCOs ജ്യോതിമോൻ സാർ, പ്രദീപ് സാർ, വിഷ്ണു സാർ, ശ്രീജി സാർ, പ്രശോഭ് സാർ, പ്രിയ മാഡം, അഞ്ജു മാഡം, കല മാഡം, കമ്പനിയിൽ നിന്നും മാറിപ്പോയ SIമാരായ ശ്രീധരൻ സാർ, പ്രദീപ് സാർ, ASI ഷെഹൻ സാർ, ഹവിൽദാർമാരായ വിദു സാർ, സത്ത സാർ, ശരത് സാർ, ശ്രീദേവി മാം, അതുപോലെ തന്നെ ഞങ്ങളുടെ ഏതൊരാവശ്യത്തിനും പറഞ്ഞാലും പ്രത്യേകിച്ച് ബാരക്കിലെ ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിച്ചു തന്ന് ഞങ്ങളോടൊപ്പം നിന്ന QM ബിന്ദു മാഡത്തിനും പേരറിയില്ലെങ്കിലും ഒരു വർഷത്തിലധികം ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി തന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഹൃദയത്തെ തട്ടിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാന നിമിഷത്തിൽ T1 കമ്പനി കുടുംബത്തിലേക്ക് എത്തിയ എല്ലാ ഇൻസ്ട്രക്ടർമാരും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ട്രെയിനിങ് കാലഘട്ടത്തിലെ COVID-19 കാലത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ സർവീസ് ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും ഞങ്ങളുടെ മദർ സ്റ്റേഷനിൽ ജോലി നോക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കില്ല. പക്ഷേ എന്നാൽ നമുക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് COVID-19 ഡ്യൂട്ടിക്കായി നിയോഗിച്ചയക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയിലായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. നമുക്കൊപ്പം നമ്മുടെ കൂടെ നമ്മുടെ ADGP മാഡവും DIG സാറും ഓരോ ആഴ്ചയും വീഡിയോ കോൺഫറൻസിലൂടെ ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നു ഒരു രക്ഷാകർത്താവിനെ പോലെ ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും ഞങ്ങൾ തിരിച്ച് കെപ്പയിലേക്ക് മടക്കി വിളിച്ച് ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഈ പാസിംഗ് ഔട്ടിൽ എത്തി നിൽക്കുന്നു. സാർ, ഇനി കുറച്ച് സജഷൻസാണ്. നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യ പ്രിപ്പറേഷൻ ക്ലാസ്സുകളിൽ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിച്ച് വരുന്ന തുണ പോലുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈബർ ഫോറൻസിക് ക്ലാസ്സിൽ ട്രെയിനിങ് തുടങ്ങുന്ന ആ ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും ആ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു സജഷനുണ്ട്. അതുപോലെ മോഡ്യൂളുകൾ ലേറ്റായിട്ടാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നേരത്തെ ആക്കണമെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുപോലെ ഓരോ കേസുകളും ഇപ്പം ഞങ്ങൾ കുറച്ച് സിമ്പിൾ ഹേർട്ട്, ഒരു മർഡർ അങ്ങനെയുള്ള കേസുകൾ മാത്രമേ നമ്മൾ ചാർജ് വരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ ടൈപ്പ് കേസുകളും FIR മുതൽ ചാർജ് ഷീറ്റ് വരെയുള്ള സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്യാനുള്ളൊരു അറിവ് കേഡറ്റ്സിന് നൽകണമെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഔട്ട്ഡോർ ട്രെയിനിങ്ങിലെ ഒരു കാര്യമാണ് ഔട്ട്ഡോർ ട്രെയിനിങ്ങിൽ IP-ക്ക് കുറച്ച് പീരീഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ IP-ക്ക് കുറച്ചുകൂടി പീരീഡ് അനുവദിക്കണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. അവസാനമായി COVID-19 വ്യാപകമായി പടരുന്ന ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെ നമുക്കൊരുമിച്ച് കേരളത്തെ കൈപിടിച്ച് ഉയർത്താം. എല്ലാവർക്കും ആശംസകൾ. നന്ദി. അടുത്തത് ഷിജോ തങ്കച്ചൻ, 29th B ബാച്ച്. ബഹുമാനപ്പെട്ട ADGP ആൻഡ് ഡയറക്ടർ കെപ്പ ഡോക്ടർ B സന്ധ്യ IPS അവറുകൾ, ബഹുമാനപ്പെട്ട DIG ട്രെയിനിങ് ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവറുകൾ, ബഹുമാനപ്പെട്ട AD ഔട്ട്ഡോർ TK സുബ്രഹ്മണ്യം അവറുകൾ, ബഹുമാനപ്പെട്ട AD ആൻഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് സയൻസ് അജി സാർ അവറുകൾ, ബഹുമാനപ്പെട്ട MTSP നജീബ് സാർ അവറുകൾ, വേദിയുടെ ഫ്രണ്ടിലായിരിക്കുന്ന എല്ലാ സീനിയർ ഓഫീസേഴ്സ്, ബാക്കി ഓഫീസേഴ്സ്, ഹവിൽദാർസ്, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, 29th B ബാച്ചിലെ SI കേഡറ്റാണ് ഞാൻ. ഫീഡ്ബാക്ക്, നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്പീച്ച് എഴുതി തയ്യാറാക്കിയൊരു സ്പീച്ച് പറയാൻ എന്തുകൊണ്ടോ എൻ്റെ മനസ്സനുവദിച്ചില്ല. കാരണം നമ്മുടെ കുടുംബാംഗങ്ങൾ അവരെക്കുറിച്ച് പറയാൻ
എഴുതി തയ്യാറാക്കിയൊരു സ്പീച്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് മനസ്സിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ സമയം വിചാരിക്കുന്നത്. ഇൻഡോർ ക്ലാസ്സിലായിക്കോട്ടെ ഔട്ട്ഡോർ ക്ലാസ്സിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത്, ആസ് എ പോലീസ് ഓഫീസർ യു ഷുഡ് ഓൾവേസ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്നൊരു കാര്യം പലപ്പോഴും പല ഭാഗത്തു നിന്നായിട്ട് കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞ നമ്മുടെ ഗുരുക്കന്മാർ തന്നെ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവുക ആ വാക്കുകൾ അന്വർത്ഥമാകുന്നത് നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഗുരുക്കന്മാർ തന്നെ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ട്രെയിനിങ് സമയത്ത് തന്നെ ആ വാക്കുകൾ അന്വർത്ഥമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരു കുറച്ച് സമയത്തെ ബ്രേക്ക് വന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു വലിയ നമ്മുടെ നമ്മുടെ ഒരു കഷ്ടകാലമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യക്കേടെന്നോ നമ്മൾ പലരും, ഈവൻ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, അതിൻ്റെ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ വാർത്തകളും അതിൻ്റെ നടുക്കങ്ങളിലൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ വളരെ വിദഗ്ധമായി കവറപ്പ് ചെയ്യാൻ നമ്മുടെ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് വേണ്ടി എല്ലാ ഉപദേശങ്ങളും തന്ന മാഡത്തിനുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. പിന്നീട് എൻ്റെ സഹപ്രവർത്തകയായ ബിനി പറഞ്ഞു, 2014 പരീക്ഷ എഴുതിയതാണ് ഞങ്ങൾ. SI പരീക്ഷ എഴുതിയതാണ്. ഏകദേശം 2014 ഓഗസ്റ്റ് 2 പരീക്ഷ എഴുതിയതാണ്. ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു സബ് ഇൻസ്പെക്ടറായി പുറത്തേക്ക് പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് വന്നത്. പലതരത്തിലും ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ബാച്ചാണ്. അതായത്, ആദ്യം പരീക്ഷ തുടക്കത്തിൽ തന്നെ പറയാം, വനിതകൾക്ക് സബ് ഇൻസ്പെക്ടർ പരീക്ഷ ആദ്യമായി എഴുതാൻ സാധിച്ച ഒരു എക്സാം ആയിരുന്നു അത്. പിന്നീട് നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് നോക്കിയാൽ, ട്രെയിനിങ് പീരീഡിൽ തന്നെ ഗ്രേഹൺസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി കമാൻഡോ കോഴ്സ് 1 മന്ത് കമാൻഡോ കോഴ്സ് ചെയ്യാൻ സാധിച്ച ആദ്യ SI ബാച്ചാണ് നമ്മുടേത്. ആ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ നമ്മളൊരു ആദ്യ ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ ഒരു ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് കെപ്പയിൽ വന്നപ്പോൾ മറ്റാർക്കും ഇല്ലാത്ത ഒരു ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ ബാച്ചിലെ 60 ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിൻ്റെ എല്ലാവിധ ക്രെഡിറ്റ്സും ഞങ്ങൾ മാഡത്തിന് നൽകുകയാണ്. മാഡമാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ ആ ഒരു കോഴ്സ് ചെയ്യണം, നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആവും, നിങ്ങൾ അവിടെ പോയി ചെയ്യുന്നതും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ തൽക്കാലം നോക്കണ്ട, നിങ്ങളവിടെ പോയി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറും എന്നുള്ളതായിരുന്നു മാഡം ആദ്യം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ധൈര്യമായി പോവുക, ആ ട്രെയിനിങ് പങ്കെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതും രണ്ടാമത് അങ്ങനെ ഒരു ചരിത്രം നമുക്ക് സാധിച്ചു. മൂന്നാമത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് പറയുന്നത്, കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാസിംഗ് ഔട്ട് നടക്കുന്നത്. അതിൻ്റെയും ഭാഗവാക്കുകളാകാൻ, ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്ന് പറയുന്നതും ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതായത്, ഞങ്ങളാണ് ഇതിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ആദ്യമായി എന്ത് കാര്യവും ചെയ്യുന്നത് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ നമ്മുടെ പാസിംഗ് ഔട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു പാസിംഗ് ഔട്ടായി മാറാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് നമ്മുടെ ഇൻഡോർ ക്ലാസ്സുകളെക്കുറിച്ചും ഔട്ട്ഡോർ ക്ലാസ്സുകളെക്കുറിച്ചും ഒന്നും ഞാൻ വാരി വലിച്ച് സംസാരിച്ച് ഓരോ ആൾക്കാരെയും സാർമാരെയും മെൻഷൻ ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. നിയമവും നിയമവിഷയങ്ങളും നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ ഒരു ചിട്ടയുണ്ട്. അത് മുറ പോലെ തന്നെ നടക്കും. അത് നമ്മൾ പ്രത്യേകമായിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അതായത് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പോകാൻ നമുക്ക് സാധിച്ചു. കോവിഡിൻ്റെ സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നപ്പോൾ പോലും അതിനെ എങ്ങനെ തന്ത്രപരമായി കവർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ തന്നതും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അതിനോട് അനുബന്ധിച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി പ്രോട്ടോകോളുകൾ മാനിച്ചുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അപ്പോൾ അതിലൊന്നും ഒരു തരത്തിലുള്ള ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിയമവും നിയമവിഷയങ്ങളും ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒരു ശരാശരി ആൾക്കാരെ പോലും നമുക്ക് പഠിപ്പിച്ചെടുക്കാം. ഒരു ശരാശരി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നാൽ പോലും അവരെ പഠിപ്പിച്ച് പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്ന അക്കാദമിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ അതിലുപരി മാഡവും നമ്മുടെ അധ്യാപകരും നമുക്ക് തന്ന ചില മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഡം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏതൊരു പോലീസ് ഓഫീസർക്കും ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടർ, അവൻ്റെ സ്വഭാവ ഗുണം, അതാണ് അവൻ ഏറ്റവും മൂല്യമായിട്ട് വേണ്ടതെന്നും അതുണ്ടെങ്കിൽ ബാക്കി എല്ലാം താനേ വന്നോളുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടാവും. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ടത്. പിന്നീട് എനിക്ക് മനസ്സിൽ തട്ടിയൊരു വാക്ക് നമ്മുടെ റജി സാർ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ആ ഡിസിഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡ് ആയിരിക്കണം, അല്ലാതെ അതൊരു പേഴ്സൺ ബേസ്ഡ് ആയിരിക്കരുത്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ പ്രോബ്ലം എന്താണോ അതിനനുസരിച്ച് വേണം തീരുമാനം എടുക്കാൻ, അല്ലാതെ വ്യക്തി അനുസരിച്ച് തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തരുതെന്ന് പറയുന്നൊരു കാര്യം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത്, കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു 1.5 മാസത്തോളം നമ്മുടെ മദർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ആക്ച്വലി നമ്മുടെ ഒരു അക്കാദമിക് ഇതിൽ നമ്മൾ പറയുമ്പോൾ ആക്ച്വലി അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ട്രെയിനിങ് പീരീഡിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ, അതല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് നേരിട്ട് കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സജഷൻ എന്ന് പറയുന്നത്, തുടർന്നുള്ള SI ബാച്ചുകളിലും നമുക്കൊരു 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 25 ഡേയ്സ് നമ്മുടെ SI കേഡറ്റ്സിനെ പുറത്ത് അവരുടെ മദർ സ്റ്റേഷനിൽ അറ്റാച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ട്രെയിനിങ് പീരീഡിൽ തന്നെ കണ്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. ആ ഒരു സജഷൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളത്, മാഡം പറഞ്ഞ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ആദ്യം ഒരു മനുഷ്യനാവുക, മനുഷ്യത്വമുള്ളവനാവുക. ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ ബാക്കി പോലീസിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും താനേ വന്നോളും എന്നുള്ള ആ ഒരു പോയിൻ്റാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന് ഒരു സാധാരണക്കാരനായി ഇവിടെ വന്ന ഞങ്ങളെ ഒരു പോലീസ് ഓഫീസറായി മടക്കി ഫീൽഡിലേക്ക് അയച്ചു തന്ന ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഉള്ള എല്ലാ ഗുരുക്കന്മാരോടുമുള്ള നന്ദി 29th B ബാച്ചിലെ SI കേഡറ്റ്സിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ് ജയശ്രീ, 30th ബാച്ച്. എത്രയും ആദരണീയായ ADGP ആൻഡ് ഡയറക്ടർ ഡോക്ടർ B സന്ധ്യ IPS അവർകൾ, ബഹുമാന്യനായ DIG ട്രെയിനിങ് നീരജ് കുമാർ ഗുപ്ത IPS അവർകൾ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ശ്രീ TK സുബ്രഹ്മണ്യൻ സാർ, ശ്രീ നജീബ് സാർ, KK അജിത് സാർ എന്നിവർ, പിന്നെ എത്രയും ബഹുമാന്യരായ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓഫീസേഴ്സ്, പ്രിയ SI ട്രെയിനി സുഹൃത്തുക്കളെ, 2019 ജൂലൈ 5-നാണ് നമ്മളിവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ T5 കമ്പനിയിൽ അറ്റാച്ച് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ 3 വനിതകളായിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ ഓരോരുത്തരും പല പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പഠിച്ചു വളർന്നു. നമ്മളെല്ലാവരും ഓരോരുത്തരും ഇവിടെ എത്തിപ്പെട്ടപ്പോൾ നമ്മൾ അന്ന് എന്താണ് നമ്മുടെ നമ്മുടെ മനോഭാവം, നമ്മുടെ പേഴ്സണാലിറ്റിയും ഇന്നത്തെ നമുക്ക് സംഭവിച്ച ചേഞ്ച് എന്തുവാണെന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് എന്തുവാണെന്ന് നമുക്ക് തന്നെ അസസ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ വനിതകളുടെ B ബ്ലോക്കിലും മെൻ കാഡറ്റ്സ് H ബ്ലോക്കിലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ സീനിയർ ട്രെയിനീസ് പോയ സമയത്ത് പിന്നെയും ബാരക്ക് ചേഞ്ച് ചെയ്തു. കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ മദർ സ്റ്റേഷനിൽ അറ്റാച്ച് ചെയ്ത് കോവിഡ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിന്നെയും പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പല ബ്ലോക്കുകളിലെ ബാരക്കുകളിലായിട്ട് മാറി. അപ്പോൾ പിന്നെയും നമ്മൾ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഒരുപാട് കെപ്പയിലെ പല ബാരക്കുകളിലായിട്ട് ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. പിന്നെ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. കാര്യം ഇൻഡോറിൽ നമുക്ക്
ഈ ടി രാജേഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അത് വളരെ നമ്മളെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതലും എനിക്ക് എഫക്റ്റീവായിട്ടും എടുത്തു പറയാവുന്നതും നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു ക്ലാസ് സന്തോഷ് ബാബു സാറിൻ്റെ ക്ലാസ്സായിരുന്നു. ഇനി വരുന്ന SI ബാച്ചസിനും ആ സാറിൻ്റെ ക്ലാസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് എഫക്റ്റീവായിരിക്കും. പിന്നെ ഇൻഡോർ വിഭാഗത്തിൽ ജോർജ് സാറ്, ബാലൻ സാർ, ശശിധരൻ സാർ എന്നിവരുടെയൊക്കെ പ്രോത്സാഹനം വളരെ വിലമതിക്കുന്നതാണ്. ബാലൻ സാറ് പല നിർദ്ദേശങ്ങൾ തരികയും നമുക്ക് ക്ലാസ് എടുക്കുന്നതിലുമൊക്കെ വളരെയധികം നമുക്ക് ആക്റ്റീവായിട്ട് നിന്നിരുന്ന ആളാണ്. അതുപോലെ തന്നെ ജോർജ് സാറും സിൻഡിക്കേറ്റൊക്കെ വളരെ രസകരമായിട്ടും വളരെ ആക്റ്റീവായിട്ടാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ നമുക്കിവിടെ പല ട്രെയിനിങ് കിട്ടി. ക്യാറ്റ്സിൻ്റെ ട്രെയിനിങ് വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതായിരുന്നു ക്യാറ്റ്സിൻ്റെ ട്രെയിനിങ്. പിന്നെ കോസ്റ്റൽ ട്രെയിനിങ്, അതുപോലെ നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ ആ 2 ദിവസം നമുക്ക് കെപ്പയുടെ കാടുകളിലും അവിടുത്തെ ഉയരങ്ങളിലും ഒക്കെ പോയി നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ചെയ്തു. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു. ഇതെല്ലാം അതുപോലെ നമുക്ക് കിട്ടിയ സ്വിമ്മിങ് ക്ലാസ്, ഡ്രൈവിംഗ്, യോഗ, കരാട്ടെ, ഇതെല്ലാം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇൻഡോർ ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം എത്രത്തോളം റിപ്പീറ്റ് ചെയ്തും ക്ലാസ്സുകൾ എത്രത്തോളം തരാൻ പറ്റിയോ അത്രത്തോളം ക്ലാസ്സുകൾ മാക്സിമം തരുന്നതിൽ ജോർജ് സാറൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് COVID-19 ബന്ധപ്പെട്ട് നമ്മൾ മദർ സ്റ്റേഷനിൽ അറ്റാച്ച് ചെയ്തത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരുടെ കാര്യമായിരുന്നാലും അത് വളരെയധികം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ മുതൽക്കൂട്ടാവുന്നതാണ്. കാര്യം നമ്മൾ മദർ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, സ്റ്റേഷനിലെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാത്തിനും നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ ഡയറക്റ്റ് സ്റ്റേഷനിൽ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്റ്റേഷനിൽ നമ്മൾ ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിങ്ങനെ ഒരു അനുഭവം കിട്ടിയത് എന്തുകൊണ്ടും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ അത് വളരെയധികം ഒരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഹർഷത് 30th ബാച്ച്. ബഹുമാനിയായ കേരള പോലീസ് അക്കാദമി ഡയറക്ടറും ADGPയുമായ ഡോക്ടർ B. സന്ധ്യ IPS അവറുകൾ, ബഹുമാനായ ഞങ്ങളുടെ DIG ട്രെയിനിങ് നീരജ് കുമാർ ഗുപ്ത IPS അവറുകൾ, ADമാരായ അജിത് സാർ, നജീബ് സാർ, സുബ്രഹ്മണ്യൻ സാർ, പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരന്മാരായ DYSമാരായ ബാലൻ സാർ, ജോർജ് സാർ, ഔട്ട്ഡോർ സ്റ്റാഫുകളായ പ്രകാശൻ സാർ, ബെന്നി സാർ, പിന്നെ ഞങ്ങളുടെ ട്രെയിനിങ് ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ഇൻസ്ട്രക്ടർമാർ, പിന്നെ എൻ്റെ സഹപ്രവർത്തകർ. ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മഴക്കാലത്ത് ഞങ്ങൾ കേരള പോലീസ് അക്കാദമിയുടെ ഈ ചില്ലകളിലേക്ക് ചേക്കേറിയത്. ഒരു കുന്നോളം സ്വപ്നങ്ങളുടെ തുടർച്ചയെന്ന പോലെ സബ് ഇൻസ്പെക്ടർമാരാവുക എന്ന ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഈ അക്കാദമിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. പല സാഹചര്യങ്ങളിൽ നിന്നും പല ജോലികളിൽ നിന്നും വന്ന ഞങ്ങൾക്ക് മനസ്സ് മടുപ്പിക്കാതെ എങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കണം എന്ന രീതിയിലുള്ള സിലബസുകളാണ് അക്കാദമി ഒരുക്കി വച്ചത്. ആദ്യമായി എത്തിയപ്പോൾ ഈ ട്രെയിനിങ് അന്തരീക്ഷവുമായി താരതമ്യപ്പെട്ടു പോകുന്നതിന് വേണ്ടി ഐസ് ബ്രേക്കിംഗ് സെഷനുകൾ നടത്തി. എല്ലാവരെയും ട്രെയിൻ ചെയ്ത് ഒരു നല്ല ഓഫീസറായി മടക്കുന്നതിന് വേണ്ടി ആ ഐസ് ബ്രേക്കിംഗ് സെഷനുകൾ ഞങ്ങളെ സഹായിച്ചു. എടുത്തു പറയേണ്ട ഒരു പേരാണ് ഞങ്ങൾ വരുമ്പോൾ DIG ട്രെയിനിങ് ആയിരുന്ന അനൂപ് സാർ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ കാണുകയും നിങ്ങൾ ഓഫീസർമാരാണ്, ആ ക്വാളിറ്റിയിൽ നടക്കണം, ആ ക്വാളിറ്റിയിൽ ജീവിക്കണം, അതേ രീതിയിൽ നടക്കണം, അതേപോലെ പെരുമാറണമെന്ന് പറഞ്ഞ് ഞങ്ങളിൽ ഓഫീസർമാരെ അന്ന് തന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച DIG അനൂപ് സാർ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഓഫീസറുടെ അടിത്തറ അവിടെ പാവുകയായിരുന്നു. അദ്ദേഹം തന്ന നല്ല ഉപദേശങ്ങൾ ഞങ്ങളെ ഒരു നല്ല ഓഫീസറാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഓർക്കുന്നു. പിന്നീട് നമ്മുടെ ADGPയായ സന്ധ്യ മാഡം മക്കളെ പോലെയാണ് ഞങ്ങളെ കണ്ടത്.
ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിലിടപെട്ട് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇൻട്രാക്ഷനിലൂടെയും ഓർഡറുകളിലൂടെയും അവർ തന്നുകൊണ്ടേയിരുന്നു. പലതരം ഇൻട്രാക്ഷനുകൾ നടത്തിയെങ്കിലും ഏറ്റവും അവസാനമായി നടത്തിയ ആ ഇൻട്രാക്ഷൻ ഞങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ലോകം മുഴുവൻ കീഴടക്കിയാലും നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവുമില്ല എന്ന അർത്ഥം വരുന്ന രീതിയിലായിരുന്നു അത്. നമ്മളാവാൻ ശ്രമിക്കുക, നമ്മളുടെ ക്യാരക്ടർ എന്തിനു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാഡം വളരെ പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നീട് അക്കാദമിയിൽ നിന്ന് ഫീൽഡ് തല ട്രെയിനിങ്, ഔട്ട്ഡോർ ട്രെയിനിങ്ങുകൾ നമ്മൾക്ക് നൽകി. ഒരു ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു ട്രെയിനിയുടെ, ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ഔട്ട്ഡോർ ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന തരത്തിലുള്ള ഔട്ട്ഡോർ ട്രെയിനിങ്ങുമാണ് ഇവിടെ നിന്ന് നമുക്ക് തന്നത്. ഇൻഡോർ വിഷയങ്ങളിൽ നമ്മൾക്ക് ഒരു ഓഫീസറായി, ഒരു SI ആയി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ, അല്ലെങ്കിൽ നമ്മളുടെ കീഴെയുള്ളവരുടെ കീഴിൽ ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കേണ്ടി വരില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഈ 104 സബ് ഇൻസ്പെക്ടർമാർക്കും ഓർക്കാൻ കഴിയും. കാരണം അതിനാവശ്യമായ ക്ലാസ്സുകൾ വളരെ ചിട്ടയായി തന്നെയാണ് അക്കാദമി ഒരുക്കി തന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഒരുക്കുന്നതിന് ചുക്കാൻ പിടിച്ച ജോർജ് സാർ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് പറയും, ജോർജ് സാർ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ വളരെ നന്ദിയോട് തന്നെ ഞങ്ങളെല്ലാവരും ഓർക്കുന്നു. പിന്നീട് നമ്മൾ വന്ന സമയത്ത് നമ്മുടെ AD ഔട്ട്ഡോർ ആയിരുന്ന റജി ജേക്കബ് സാർ, അദ്ദേഹവും വളരെ നമ്മുടെ ചെറിയ തെറ്റുകൾ കണ്ടാൽ ശകാരിക്കുമെങ്കിലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ നോക്കി. അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്ക് പാസിംഗ് ഔട്ട് ചെയ്ത് പോകാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നീട് നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവും ടെററിസവും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായൊരു ട്രെയിനിങ് നമുക്ക് വേണമായിരുന്നു. അതിനുവേണ്ടി ക്യാറ്റ്സിൻ്റെ കീഴിലൊരു കമാൻഡോ ട്രെയിനിങ്ങും കോസ്റ്റൽ പോലീസിൻ്റെ കീഴിൽ കോസ്റ്റൽ ട്രെയിനിങ്ങും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇത്രയും എല്ലാ ട്രെയിനിങ്ങുകളും ലഭിച്ച് ആത്മവിശ്വാസത്തോടു കൂടി നല്ല ഓഫീസർമാരായി ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി എല്ലാവരെയും ഓർത്തുകൊണ്ട്, എല്ലാവരെയും ഇഷ്ടത്തോടെ ഇനിയും ഓർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഈ ഗ്രാജുവേഷൻ സെറമണി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പോലീസ് അക്കാദമിയുടെ എല്ലാവിധ നേട്ടങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ADGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഡോക്ടർ B സന്ധ്യ IPS അവരെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട DIG ട്രെയിനിങ് ശ്രീ നീരജ്, മറ്റ് സഹപ്രവർത്തകരെ, ഇന്ന് പാസ് ഔട്ട് ആവുന്ന 29B 30 ബാച്ചിലെ സബ് ഇൻസ്പെക്ടേഴ്സ്, കേരള പോലീസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്. ഈ അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള പോലീസിൻ്റെ നട്ടെല്ലായ SHOമാരെ വാർത്തെടുക്കുക, സബ് ഇൻസ്പെക്ടേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കർത്തവ്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളത് അക്കാദമി ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. DIG അനൂപിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ 2 ബാച്ചിൻ്റെ ട്രെയിനിങ് തുടങ്ങുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ കൃത്യസമയത്ത് ലോകോത്തരമായ ട്രെയിനിങ് നടത്തി ഈ ഒരു ബാച്ചിനെ പുറത്തിറക്കാൻ സാധിക്കും എന്നായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കോവിഡ് കാലഘട്ടം വന്നു ചേർന്നു. MHAയുടെ ഡയറക്ഷൻ പ്രകാരം എല്ലാ ട്രെയിനിങ്ങും നിർത്തിവെക്കേണ്ട ഒരു അവസരം വന്നു. ആ അവസരത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിമാരെ
മദർ സ്റ്റേഷനിൽ അറ്റാച്ച് ചെയ്ത് ജനമൈത്രി ഡ്യൂട്ടികൾക്കായി ഉപയോഗിക്കാമെന്നുള്ള ഒരു സജഷൻ വെറുതെ പറഞ്ഞ് വീട്ടിലിരുത്തുന്നതിന് പകരം ഇങ്ങനെ ഒരു സജഷൻ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് DGPയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഉടനെ മറുപടി പറഞ്ഞില്ലെങ്കിലും ആലോചിച്ച് അതിന് സമ്മതിക്കുകയാണ് ചെയ്തത്. അത് ഒരു നല്ല തീരുമാനമായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നു. ആ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടായ ചരിത്രത്തിൽ ആദ്യത്തെ ഈ സാൻഡ്വിച്ച് ബാച്ച് SI ട്രെയിനീസ് പരിശീലനം പൂർത്തിയാക്കി പുറത്തേക്ക് പോകുമ്പോൾ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ആശ്വാസം എന്നുള്ള വാക്കാണ് അതിന് കൂടുതൽ യോജിക്കുക. കാരണം ഒരുപാട് ആശങ്കകൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഓരോ ദിവസവും സാധാരണ എടുക്കുന്ന ജോലിയേക്കാൾ ഒരു 3 ഇരട്ടി ജോലിയെങ്കിലും നീരജും ടീമും എടുത്തു കാണുമെന്ന് എനിക്കറിയാം. കാരണം വീഡിയോ കോൺഫറൻസിങ് നടത്തുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് തെളിയുന്ന ഭാവം എന്താണ് എന്നറിയാതെ നിങ്ങളോട് സംവദിക്കുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് മോഡ്യൂൾ ഏത് രീതിയിൽ ചിട്ടപ്പെടുത്തണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയതിന് ശേഷം ആണ് ഓരോ കാര്യവും മുൻപോട്ട് പോയത്. അക്കാര്യത്തിൽ ഇൻഡോർ ഔട്ട്ഡോർ ട്രെയിനിങ് വിഭാഗത്തിലുള്ള ഓരോരുത്തർക്കും ഒരുപാട് ചാലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ വെല്ലുവിളികൾ ഓരോന്നും നേരിട്ടുകൊണ്ട് ഇന്ന് പരിശീലനം പൂർത്തിയാക്കുവാനായിട്ട് ഈ 2 ബാച്ചുകൾക്ക് സാധിച്ചിരിക്കുകയാണ്. അതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ ഈ 2 ബാച്ചിനും വേണ്ടി പ്രവർത്തിച്ച ഓരോ ട്രെയിനർമാരോടും, DIG മുതൽ താഴോട്ടുള്ള ഓരോ ട്രെയിനർമാരോടും, അതുപോലെ അവരുടെ മെസ്സും പരിസരവും ഗ്രൗണ്ടുമെല്ലാം നന്നായി വെക്കാൻ സഹായിച്ച ഓരോ സ്റ്റാഫിനോടും ഉള്ള കടപ്പാടും നന്ദിയും ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. വെല്ലുവിളികളെ എല്ലാം നേരിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കി നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കാനായിട്ടുള്ള അവസരത്തിലേക്ക് ജൂനിയർ SI എന്നുള്ള നിലയിൽ 1 വർഷത്തെ പരിശീലനത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് ചില മെൻറ്റർമാരെ നിശ്ചയിച്ചു തരും. ആ മെൻറ്റർമാരുമായിട്ട് നിങ്ങൾ നിരന്തരം ബന്ധം പുലർത്തുക. മെൻറ്റർമാർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൂടെ തിരിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും, ഫീൽഡിലുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാനുള്ള കെൽപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ആ മെൻറ്റർ സിസ്റ്റം ഏറ്റവും നന്നായി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവാണെന്നാണ് കഴിഞ്ഞ ബാച്ചിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ ആ മെൻറ്റർ സിസ്റ്റം നന്നായി തുടരുക. കോവിഡ് കാലഘട്ടത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും പല തരത്തിലുള്ള സ്ട്രെസ്സ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സാധാരണഗതിയിലുള്ളതിനേക്കാൾ കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെ കൂടുന്ന ഒരു കാലമായിരിക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ കൂടുന്ന ഒരു കാലമായിരിക്കും. നിങ്ങൾ സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു ജൂനിയർ SI ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അഭിമുഖീകരിക്കുക.
ആ സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഓരോ കേസും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നിയമപരമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതോരോന്നും ചെയ്യുവാനായി നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു കൊച്ചു കാര്യത്തിൽ ചെറിയ ഒരു അശ്രദ്ധ ഉണ്ടായാൽ അത് വലിയ പിഴവുകൾക്ക് കാരണമാകും. നിങ്ങളിനിയോ 1-2 ഇലക്ഷൻ ഈ ജൂനിയർ എസ് ആയിരിക്കുമ്പം ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ വളരെ അധികം ചാലഞ്ചസ് ഉള്ള പീരീഡാണ്. ട്രെയിനിങ് പീരീഡിൽ ഇത് നേരിടാൻ കഴിയുന്നത് നല്ലതാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ASP അണ്ടർ ട്രെയിനി ആയിരിക്കുമ്പോൾ 2 ഇലക്ഷൻ ഫേസ് ചെയ്യാനായിട്ട് എനിക്കും സാധിച്ചു. അപ്പോൾ പ്രഗത്ഭന്മാരായ SP-മാരുടെ കൂടെ നിന്നുകൊണ്ടത് എല്ലാം കണ്ടു പഠിച്ചത് പിന്നീട് ASP ആയിട്ട് ചാർജ് കിട്ടുമ്പോൾ SP ആകുമ്പോഴൊക്കെ വളരെയധികം പ്രയോജനപ്രദമായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലത്ത് പരിശീലന കാലഘട്ടത്തിൽ കിട്ടുന്ന ഈ 2 ഇലക്ഷൻ ഡ്യൂട്ടിയെ വളരെ നന്നായി കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. വീഴ്ചകളില്ലാതെ പ്രത്യേകം നോക്കുക. ഒരു ചെറിയ കേസിലുണ്ടാകുന്ന ചെറിയൊരു പിഴവ് മതി, നാളെ അതൊരു വലിയ സംഭവമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയാണ് ആവശ്യം. ഒരു അണ്ണാച്ചൽ ഡെത്തുണ്ടായാൽ അത് മർഡറാണോ അണ്ണാച്ചൽ ഡെത്താണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏതൊരു അണ്ണാച്ചൽ ഡെത്തും ഒരു മർഡറാണ് എന്ന് തന്നെ ഉള്ള വിശ്വാസത്തോടു കൂടി മാത്രം അതിനെ സമീപിക്കുക. അതായത് അത്രയും ശ്രദ്ധ അതിന് കൊടുക്കുക. കോവിഡ് കാലഘട്ടമായതിനാൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇൻക്വസ്റ്റ് ചെയ്യാൻ പറ്റൂ. അത് വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ ആ ഇൻക്വസ്റ്റിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന് അല്ല അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. അതീവ ശ്രദ്ധയോടുകൂടി ഇക്കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നാളെ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയേക്കാം. അതേപോലെ ഒരു പരാതിയുമായിട്ട് ഒരാൾ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് റെക്കോർഡ് ചെയ്യുക, കൃത്യമായിട്ട് അന്വേഷിക്കുക. ഇതിലെല്ലാം അത്യധികം ശ്രദ്ധ ആവശ്യമാണ്. ഒരു സബ് ഇൻസ്പെക്ടർ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രൊഫഷണലായിട്ട് കേസ് അന്വേഷിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ കേസ് അന്വേഷിക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത്. എല്ലാത്തരം കേസുകളും ഭംഗിയായിട്ട് അന്വേഷിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് സമയം എങ്ങനെയും ചെലവിട്ട് ജൂനിയർ എസ് പീരീഡ് കഴിഞ്ഞു പോകാം. പക്ഷേ അതല്ല, എത്ര കഷ്ടപ്പെട്ടായാലും നിങ്ങൾ ഓരോ തരം കേസുകളും അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല സബ് ഇൻസ്പെക്ടർ ആകാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാകുമ്പോൾ അവിടെ പോയി അതിനെ ധൈര്യമായിട്ട് മുന്നിൽ നിന്ന് നേരിടാനും പഠിക്കണം. ഏതൊരു ലോ ആൻഡ് ഓർഡറിലും ഒരു സബ് ഇൻസ്പെക്ടർ മുൻപിലാണ് നിൽക്കേണ്ടത്. മുൻപിൽ നിൽക്കുന്ന ആളുകൾ എന്നും മുൻപിൽ തന്നെ ഉണ്ടാവും. ഒരു സബ് ഇൻസ്പെക്ടറിന് വേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് നിങ്ങൾക്ക് വളരെ സ്വാഭാവികമായിട്ട് വന്നു ചേരും. നിങ്ങൾ ധൈര്യമായിട്ട് ഏത് ലോ ആൻഡ് ഓർഡറും ഫേസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ പരിശീലിക്കുക, പഠിക്കുക. നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ ജൂനിയർ എസ്ഐസ് പലരും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ജൂനിയർ എസ് ഐ ഒരു 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 ജില്ലയിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ SP-മാരായിരുന്നപ്പം കരുതിയിരുന്നത്. ജൂനിയർ എസ് ഐമാരെ കിട്ടാനായിട്ട് DGP-മാരോടും IG-മാരോടും ഒക്കെ ഞങ്ങൾ അപേക്ഷിക്കും.
ഞങ്ങളുടെ ജില്ല വലുതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ എസ്ഐമാരെ വേണം എന്ന്. കാരണം അവരുണ്ടെങ്കിൽ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കാം, അതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ ലഭിക്കാൻ വേണ്ടി SP-മാർ റിക്വസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ പ്രൊഫഷണലിസം ഉയരണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി SP-മാർ ചോദിക്കാൻ ഇടയാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജൂറിസ്ഡിക്ഷനിലുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ലീഡറാണ് നിങ്ങൾ. അവരുടെ ഏത് ആവശ്യവും കണ്ടറിഞ്ഞ് ചെയ്ത് ലീഡർഷിപ്പിലേക്ക് വരാൻ നിങ്ങൾക്ക് ഉള്ളതുപോലൊരു അവസരം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനുമില്ല. ഒരു പോലീസ് ഓഫീസറെ പോലെ, ഒരു സബ് ഇൻസ്പെക്ടറെ പോലെ ഒരു നാടിനെ നയിക്കാനായിട്ട് മറ്റാർക്കും സാധിക്കില്ല. ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ ഫ്ലഡിൻ്റെ അവസരത്തിൽ കണ്ടു. വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടെ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടി വള്ളം അത് എടുക്കണമെന്ന് വന്നപ്പോൾ ഓരോ സ്ഥലത്തെയും സബ് ഇൻസ്പെക്ടറാണ് പോയിട്ട് ആവശ്യപ്പെട്ടത്. അത് പൂന്തറയിലാണേലും വൈക്കത്താണെങ്കിലും സബ് ഇൻസ്പെക്ടർമാരാണ് ആ ജോലി ചെയ്തത്. ചിലരുടെ വീട്ടുകാർ വന്ന് ഞങ്ങളുടെ ആളുകളെ അയക്കില്ല എന്ന് പറഞ്ഞ് വഴക്ക് ഉണ്ടാക്കിയപ്പോൾ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച്, കുടുംബത്തിൻ്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ പറഞ്ഞു വിട്, ഈ നാടിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിച്ചെന്ന സബ് ഇൻസ്പെക്ടർമാർ എന്നോട് തന്നെ ആ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദയവായിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് നിങ്ങൾ ചെറിയ വ്യക്തികളാണെന്ന്. അല്ല, നിങ്ങളൊരു പക്ഷേ ചെറിയതോ വലിയതോ ആയ സാഹചര്യങ്ങളിൽ നിന്നും ചെറിയതോ വലിയതോ ആയ മാർക്കും ഡിഗ്രിയും ഒക്കെ പാസ്സായി ജയിച്ചു വന്നവരാവാം, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഒരു സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ വലിപ്പം ആകാശത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ആകാശത്തോളം വലിപ്പം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ വലിപ്പം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ കടുകുമണിയോളം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വലിപ്പം ലഭിക്കില്ല. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾ ആകാശത്തോളം വളരുക. ജനങ്ങളാണ് നിങ്ങളുടെ ശക്തി. ആ ജനങ്ങളെ ഒപ്പം കൂട്ടാനായിട്ട് ബീറ്റ് ഓഫീസർമാർ വഴി നിങ്ങൾക്ക് സാധിച്ചാൽ ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കുറ്റവാളികളും കൊലപാതകികളും കള്ളക്കടത്തുകാരും കരിഞ്ചന്തക്കാരും മാഫിയ ഗാങ്ങുകളും ഒക്കെ എടുത്തു മാറ്റി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ 0.5% പോലും വരില്ല നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ. അതുമല്ല 0.02% പേരെ വരുന്നുള്ളത്. അവരുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റി മറ്റ് ജനങ്ങളെ മുഴുവനും നിയമം അനുസരിക്കുന്ന പൗരന്മാരായിട്ട് നിലനിർത്താൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. ഒരു സ്ഥലത്ത് ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു SI ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആകാശത്തോളം ഉയരാൻ സാധിക്കും. ഒരു സബ് ഇൻസ്പെക്ടറുടെ കസേരയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവനും നിങ്ങളുടെ സേവനം ലഭിക്കാനായിട്ടാണ് ആ കസേര ഉപയോഗിക്കേണ്ടത്. ഞാൻ സബ് ഇൻസ്പെക്ടറുടെ കസേരയിൽ ഇരിക്കുന്നത് കണ്ടോ എന്ന് നിങ്ങൾ മറ്റുള്ളവരെ കാണുക ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കസേര നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. മറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നാൽ
പരമാവധി ആളുകൾക്ക് എങ്ങനെ സേവനം നൽകാൻ സാധിക്കും. എൻ്റെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു പെൺകുട്ടിക്കും ഒരു കൊച്ചു കുഞ്ഞിനും നീതി കിട്ടാത്തൊരവസരം പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ നിശ്ചയിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ നിശ്ചയിക്കണം. അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ നിങ്ങൾ ആകാശത്തോളം വളരുകയാണ്. കാരണം ഇത്രയധികം സേവനത്തിനായി മറ്റൊരു ജോലിയിലും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതല്ല. ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു സബ് ഇൻസ്പെക്ടറോളം പറ്റിയ മറ്റൊരു ഉദ്യോഗവും ഇല്ല, ഈ നാട്ടിലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് തിരിച്ചറിയുക. എന്താണ് നിങ്ങളുടെ ബലം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിയമം എന്താണെന്ന് മനസ്സിലാക്കുക, നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക. ഏതൊരു സാഹചര്യം ഉണ്ടായാലും നിയമം അനുസരിച്ചും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ആണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ, മറ്റുള്ളവരുടെ അടുത്ത് പോകാൻ കെൽപ്പില്ലാത്ത ആളുകൾക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വലിപ്പം ആകാശത്തോളമാണ്. അത് കളഞ്ഞു കുളിച്ചാൽ തീർച്ചയായിട്ടും ഒരു സബ് ഇൻസ്പെക്ടറിനും വെറും ഒരു പുഴുവിനെക്കാട്ടിലും താഴാൻ പറ്റും. പക്ഷേ അതിനല്ല ഈ ഒരു വർഷം ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങളിവിടെ ഈ ട്രെയിനിങ് പൂർത്തിയാക്കിയത്. നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെട്ട് ഈ ട്രെയിനിങ് പൂർത്തിയാക്കിയത് ആകാശത്തോളം ഉയർന്നു നിന്നുകൊണ്ട്, ജനങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകിക്കൊണ്ട്, നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തമ പൗരന്മാരായിട്ട് അവരെ നിയമത്തിൻ്റെ വശത്ത് കൂട്ടി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം അനുഭവവേദ്യമാവുന്നത്. അത്തരം ജനാധിപത്യം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമാവണമെങ്കിൽ ഏറ്റവും വേണ്ടത് നീതിപൂർവം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സബ് ഇൻസ്പെക്ടർ ജോലി. ആ ഒരു ജോലി, ആ ഒരു കസേര നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മേൽ നിങ്ങളുടെ അധികാരം കാണിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ കാരുണ്യം ചൊരിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ കാരുണ്യമാണ് ആ കസേരയിൽ ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ടത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി അവരുടെ ഒപ്പം നിൽക്കുക. നിങ്ങൾ കൃത്യമായി നിയമാനുസൃതമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മേൽ ഒരുപാട് കാരുണ്യം ചൊരിയുവാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ഇൻവെസ്റ്റിഗേറ്ററായി, നല്ലൊരു ലോ ആൻഡ് ഓർഡർ കൺട്രോളറായി, ഒപ്പം കാരുണ്യം വഴിയുന്ന ഒരു ഓഫീസറായി നിങ്ങൾ ഓരോരുത്തരും പോയി ഒരു ജൂനിയർ സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ ആദ്യം കിട്ടുന്ന പോസ്റ്റിംഗ് മുതൽ നിങ്ങൾ ഉയരങ്ങളിലെത്തി റിട്ടയർ ചെയ്യുന്നതുവരെയും തുടരുക. നിങ്ങളുടെ കുടുംബത്തെ ഒപ്പം നിർത്തുക. നിങ്ങൾക്ക് താങ്ങും തണലുമാവാനായിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സാധിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവയ്ക്കണം. എല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആദ്യം മുതലേ തന്നെ അത് ശീലമാക്കുക. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാം പങ്കുവയ്ക്കാൻ പറ്റില്ല എങ്കിൽ പോലും അവരുടെ ഒരു പിന്തുണ ലഭിക്കുന്ന വിധത്തിൽ ഉറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ കുടുംബത്തെ പരുവപ്പെടുത്തി നിർത്തേണ്ടത് നമ്മുടെ കൂടെ ചുമതലയാണ്. അതുകൊണ്ട് കുടുംബത്തെ കഴിയുന്നതും കൂടെ നിർത്താൻ ആദ്യം മുതൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. ആ ശ്രദ്ധ വിട്ടുകളയരുത്, കൈവിട്ട് കളയരുത്. ഇപ്പോൾ ചെറുപ്പമാണ്, ഈ സമയത്ത് തന്നെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും.
അങ്ങനെ നന്നായി നിങ്ങളുടെ വീട്ടുകാര്യങ്ങളും നിങ്ങളുടെ ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. ഇത് രണ്ടും രണ്ടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എല്ലാം ഒരു ജീവിതത്തിൻ്റെ പല വശങ്ങൾ മാത്രമാകുന്നു. നിങ്ങളുടെ സബ് ഇൻസ്പെക്ടർ എന്നുള്ള ജോലി വെറും ഒരു കരിയറല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതൊരു മിഷനാണ്. അതുകൊണ്ട് 4-5 മണിക്കൂർ അല്ലെങ്കിൽ 8-10 മണിക്കൂർ മാത്രമുള്ള ഒരു ജോലി അത് വേറെ, ബാക്കിയുള്ള ജീവിതം വേറെ എന്ന് തിരിച്ച് കാണാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ ഫാമിലിയോടൊപ്പം ഒരു സിനിമ കാണാൻ പോയെന്ന് വിചാരിക്കുക. അവിടെയും നിങ്ങളൊരു സബ് ഇൻസ്പെക്ടറാണ്. നിങ്ങൾക്ക് ആ സമയത്ത് സബ് ഇൻസ്പെക്ടർ അല്ലാത്ത രീതിയിൽ പെരുമാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഏറ്റവും വിനയാന്വിതനായി മറ്റ് പൗരന്മാരോട് പെരുമാറാൻ സാധിക്കണം. നിങ്ങൾ മറ്റു സ്ഥലത്ത് ഇത്തരം പ്രൈവറ്റ് ആവശ്യങ്ങൾക്കായി എവിടെയെങ്കിലും പോകുമ്പോൾ ഏറെ വിനയത്തോടു കൂടി മാത്രം പെരുമാറുക. അത് നിങ്ങളുടെ മാറ്റുകൂട്ടുകയുള്ളൂ. അങ്ങനെ 24 മണിക്കൂറും നമുക്ക് കാക്കയെ ഊരി വെച്ചു എന്ന് വിചാരിച്ച് അഴിച്ചു വയ്ക്കാവുന്നതല്ല നമ്മുടെ പോലീസ് ജോലി എന്നുള്ള പരിപൂർണമായ ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. വീട്ടിൽ പോയി കാക്കി അഴിച്ചു മാറ്റി മഫ്തിയായാൽ മാറിപ്പോകുന്നതല്ല നമ്മുടെ ചുമതലകൾ. വിനയമാകട്ടെ നിങ്ങളുടെ മുഖമുദ്ര. കാർക്കശ്യം ക്രിമിനലുകളോട് മാത്രം, നിയമം അനുവദിക്കുന്ന തരത്തിലായിരിക്കണം. അതും ക്രിമിനലുകളോട് കൃത്യമായ കാർക്കശ്യം പാലിക്കുക. ഒപ്പം നാം പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വിനയമുള്ള ഒരു പൗരനായിട്ട് പെരുമാറുക. കുടുംബത്തെ അടുപ്പിച്ച് നിർത്തുക. ഓരോ സ്റ്റേജിലും എത്തുന്ന പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ് ചെത്തിമിനുക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു നല്ല ശരീരവും മനസ്സും നിലനിർത്തുക. കൃത്യമായി വ്യായാമമുറകൾ അഭ്യസിക്കുക. അങ്ങനെ ശാരീരികാരോഗ്യം നിലനിർത്തുക, മാനസികാരോഗ്യവും നിലനിർത്തുക. അങ്ങനെ കേരള പോലീസിൻ്റെ യശസ് അങ്ങേയറ്റം ഉയരത്തിലേക്ക് എത്തിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായി അതിനുശേഷം പടിപടിയായി ഉയർന്ന് ഓരോ പദവിയിലും എത്തി അതെല്ലാം മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നവരായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ സബ് ഇൻസ്പെക്ടർ 29B 30 ബാച്ചുകളുടെ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട DIG ട്രെയിനിങ് ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവറുകളെ ബഹുമാനപുരസരം ക്ഷണിക്കുന്നു. Respected ADGP and Director, Kerala Police Academy, Dr. B. Sandhya, IPS, dear Assistant Director Nazeeb Haji Subramaniam and all DYSPs, dear cadets, today it is the graduation ceremony for all of you, and you are going to join practical training within a week or so. You have been given all kind of theoretical inputs related to policing so that you can go and perform your work in police station.
one of the doubt which generally we have once we reach to the police station is that what is our work in the police station? Though theoretically all the inputs have been given to you and professionally you are competent to do any work in the police station related to policing today, but that is the whole work in the police station for you. That is always a doubt. Because as soon as you land in the police station, apart from your professional work, you will do, or sometimes you will question that why I am doing the other work which is not my work in the police station. It has been discussed again and again, and there is always a discussion amongst the cadet as well, that whether one particular work, say for example, during the COVID-19, whether providing the food to the migrant worker was really a police work. Should we do that work or should we not do that work? Because whether it is part of our professional work, what is our professional work in the police station? If a crime is being reported in the police station, we should immediately register the crime, register the FIR, go to the scene of crime, protect the scene of crime, find out the witness, question the witness, collect the evidence, arrest the accused if required, produce him before the magistrate, file the charge sheet before the magistrate, and follow the trial in the court. That is what is work of a police officer in the police station if you talk about the professional work in the police station. Whenever law and order is there, immediately reach to the place, see the situation, act according to the situation. If required, lathi charge is required, go for the lathi charge. After that, prepare the scene mahazar of that place, come back, register FIR, investigate that case, find out those culprit who has created that law and order, arrest them, again send them to the before the judicial, produce them before the judicial magistrate, and file a charge sheet, again follow the trial in the police court. That is what is the professional work of police as per CRPC or otherwise any other act. But still, in the police station, we are doing many other duties which is not now written in the books of law. But why we are doing these duties in the police station? That is always a question which is being raised one time or other time. Even it was raised by me as well, and it might be in your mind as well sometimes. We should understand the nature of the police work first. The concept that police job is a professional work, to my mind, I don't agree to that. Police work is not a professional work at all. Only understanding theoretically collection of evidence, up to that extent it is a professional work. But it is beyond that. It is more than that. Not only professional work, it is more than that. Then what is that? That is the representative work. I give you one example. Suppose a murder takes place in some house where a husband, a person who is the bread earner of that family, killed by some goons in the house, and you reach to the spot, you see the body. What will be your work? Are you only going for the professional work there, that you will go there, just secure the scene of crime, remove everybody from there, not talking to their family, not talking to anybody, not giving any kind of not talking to their family in a proper manner, and doing your professional work and coming back and arresting the accused and sending him to the jail? Is that only work there? No. You have to go beyond that. As soon as you reach to the place of the occurrence, you need to see the family, the condition of the family. You need to speak to them. You need to offer some help to them. You need to see that they are comfortable
though they are in grave situation, they have lost the breadwinner of their family, but you need to see that as well. Then only you start your professional work. If a complainant comes to the police station, you immediately don't take the paper and pen and start writing it. Before that, if a lady is there, you have to make her comfortable. You have to offer a glass of water to her. You have to speak to her nicely, and then you need to understand her problem, what was her problem. That is beyond professional work. Sometimes the problem may come before you, which is nowhere written in the law books. It happens. Sometimes police has no role to do that. The COVID-19 case is there, where we were providing the food to migrant worker. But why were we providing the food to migrant worker? It is nowhere written in the law that it is police job to provide the food to migrant worker and supply to them. But that is what we go beyond the professional work, because the most important purpose of policing is representing everybody in the society who is in problem. Whether law provide that kind of rule in the law, or act provide some kind of relief to that person or not, but it is the duty of the policeman, duty of the police officer to provide relief to him. That is the work beyond professionalism. That is what we need to understand. And that is what the police station is meant. Not only for the professional work, but work beyond the professional things. We need to keep always in our mind this thing. I give you one more example. Suppose you completed your duty in the police station and you are going on the road. Suddenly you see some accident has happened on the road, and the person who is lying on the road is in very critical condition. What will you do at that time? Would you call the local police station SI and ask him to come there and do the work? Or would you just ignore and go away from there? Because your duty is over. As Madam told, you are never off duty. No, you have to go beyond your professionalism. You have to stop there, because law has given certain power to you. As a police officer, if you are asking anybody to stop there, helping that person to take him to the hospital, he will be taken to hospital. But as a common man, if a common man is trying to take him to the hospital, he will be asked 1,000 questions. But you will not be asked any question by anybody, because law has empowered you to take care of that person even beyond your jurisdiction. We must understand it. Sometimes people come to the police station with great hope, and people come to the police station only next to temple or hospital. People go to temple, maybe they may not be in problem, but to avoid future problem, they go to the temple and they thank God that we are like this, we are doing so many good things, and keep us like this. Or some progress has to be there in our life. People go to the hospital when they are in trouble physically, but people come to the police station when they are in big trouble than the hospital. Either it may be physically, once going to the hospital and coming to the police station, or mental trauma. Nobody would like to come to the police station just for enjoyment, because police station is not place for the enjoyment. If anybody is coming to the police station, we have to go into his or her shoe and understand his problem.
it has been seen again and again that after some time, after 1 year, 2 years, or 3 years of service, we started become too immune to the problem of the public. They come to the police station, we always see as a routine work in the police station, and we are not so much of empathetic to them, which we are supposed to be. Always keep in your mind that whenever you are sitting in the police station or outside the police station or anywhere, even you are not wearing uniform at that time, you are representing the person who is suffering, whosoever he is. He may be a lady, child, a victim of crime, anybody, an old man, but you have to represent him and give him some relief beyond books. And mind you, this is the only satisfaction you will have in your life. And those people will always recognize you, whomsoever you are helping like this. With these words, I congratulate all of you, and I congratulate the medal winner as well, who are going to get the medal now. And I wish all the best to all of you, and I am sure that you will do justice to your work in the police station. Thank you very much. അടുത്തത് പരിശീലന കാലയളവിൽ വിവിധ ഔട്ട്ഡോർ ഇൻഡോർ വിഷയങ്ങളിലെ മത്സര പരീക്ഷകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള മെഡലുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും വിതരണമാണ്. പേരുകൾ വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരായി വന്ന് മെഡലുകളും സർട്ടിഫിക്കറ്റും സ്വീകരിക്കുക. വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ADGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഡോക്ടർ B. സന്ധ്യ IPS അവരെ ക്ഷണിച്ചുകൊള്ളു. Best Indoor, 29th B batch, Suhail K. Best Indoor, 30th batch, Abhiram CS. Best Outdoor, 29th B batch, Manish M. 30th batch, Best Outdoor, Sarida M. Best Shooter, 29th B batch, Manish M. 30th batch, Best Shooter, Suraj CS. Best All-Rounder, 29th B batch, Suhail K. Thirtieth batch, Best All-Rounder, Sarida M. Best All-Rounder, 30th batch, Sarida M. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ പരിശീലനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത ബെസ്റ്റ് ഓൾറൗണ്ടർ പദവിയിൽ എത്തിയിരിക്കുന്നു. സരിത എം, ബെസ്റ്റ്
ബെസ്റ്റ് ഓൾറൗണ്ടർ 30th ബാച്ച് സരിത എം. കേരള പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ പരിശീലനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത ബെസ്റ്റ് ഓൾറൗണ്ടറിനുള്ള ട്രോഫി മെഡലും സ്വീകരിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇനി. ഫോറൻസിക് സയൻസ് ആൻഡ് മെഡിസിൻ 29th B ബാച്ച് സുഹൈൽ കെ. ബാച്ച് ഷാൻ SS. 2 പേരുണ്ട് 30th ബാച്ചിൽ. സരിത എം. ഷാൻ SS. കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ 29th B ബാച്ച് സുഹൈൽ കെ. സരിത എം. കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ 30th ബാച്ച് രേഷ്മ VR. ക്രിമിനോളജി 29th B ബാച്ച് സുഹൈൽ കെ. 30th ബാച്ച് സൂരജ് ഭാസ്കർ. സുഹൈൽ കെ. സൂരജ് ഭാസ്കർ. ലോ സബ്ജക്ട്സ് 29th B ബാച്ച് സുഹൈൽ കെ. 30th ബാച്ച് ഷമീർ S. സുഹൈൽ കെ. ലോ സബ്ജക്ട്സ് ഷമീർ S. ലോ സബ്ജക്ട്സ് പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ് ഹ്യൂമൻ ബിഹേവിയർ മാനേജ്മെന്റ് ടെക്നിക്സ് 29th B ബാച്ച് അജ്മൽ ഹുസൈൻ KM. 30th ബാച്ച് 29th B ബാച്ചിൽ 2 പേരുണ്ട് രതീഷ് KS, അജ്മൽ ഹുസൈൻ. 30th ബാച്ച് അഭിരാം CS. അജ്മൽ ഹുസൈൻ പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ് 29th B ബാച്ച്. രതീഷ് KS
29th B batch, Police Station Management. Abhiram CS, 30th batch, Police Station Management. Police Administration, 29th B batch, Suhail K. 30th batch, Manoj S. Suhail K. Police Administration. Manoj S. 30th batch, Police Administration. Investigation, 29th B batch, Binimol B. 30th batch, Reshma VR. Binimol B, 29th B batch, Investigation. Reshma VR, 30th batch, Investigation. Prize distribution over. Thank you, ma'am. Congrats to the winners. അടുത്തതായി COVID-19 ജേണലിൻ്റെ റിലീസിംഗ് ആണ്. COVID-19 ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് സബ് ഇൻസ്പെക്ടേഴ്സ് വിവിധ സ്ഥലങ്ങളിൽ പോയപ്പോൾ അവരുടെ അനുഭവ കുറിപ്പുകളാണ് ഈ ജേണലിലുള്ളത്. ട്വൻറ്റി ബി ബാച്ചിലെയും 13th ബാച്ചിലെയും സൊവിനിയറിൻ്റെ പ്രകാശനമാണ് അടുത്തത്. വൈൽഡ് ലൈഫ് ആൽബത്തിൻ്റെ റിലീസിംഗ് ആണ്. ഇൻ ടു ദ വൈൽഡ്. ആ 30th ബാച്ചിൻ്റെ സുവനീറാണ് ഈ സമയം പ്രകാശിപ്പിക്കുന്നത്. വൈൽഡ് ലൈഫ് ആൽബത്തിൻ്റെ റിലീസിംഗ് ആണ് അടുത്തത്. ഇൻ ടു ദ വൈൽഡ് നമ്മുടെ പോലീസ് അക്കാഡമിയിലെ വിവിധതരം വൈൽഡ് ലൈഫ് ആനിമൽസിൻ്റെ ഫോട്ടോസും ട്രെയിനീസ് എടുത്ത ഫോട്ടോസിൻ്റെ ഒരു ആൽബമാണിത്. താങ്ക് യു മാം. അടുത്ത പ്രോജക്റ്റ് വർക്ക്സിൻ്റെ പ്രസൻറ്റേഷനായി എസ് ഐ കേഡറ്റ് കൃഷ്ണപ്രസാദിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ADGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഡോക്ടർ ബി സന്ധ്യ IPS അവർകൾ, ബഹുമാനപ്പെട്ട DIG നീരജ് കുമാർ ഗുപ്ത IPS അവർകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഔട്ട്ഡോർ കേരള പോലീസ് അക്കാദമി TK സുബ്രഹ്മണ്യൻ അവർകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ KK അജി അവർകൾ, SPMT നജീബ് അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് സീനിയർ ഉദ്യോഗസ്ഥരെ, ഗുരുക്കന്മാരെ, പ്രിയ സഹപ്രവർത്തകരെ, നമസ്കാരം. കേരള പോലീസ് അക്കാദമിയിൽ നിന്നും ട്രെയിനിങ് പൂർത്തിയാക്കി പടിയിറങ്ങുന്ന അവസരത്തിലാണ് അക്കാദമിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിന്ത ഉരുത്തിരിഞ്ഞത്. അതിൻ്റെ പ്രചോദനം നമ്മുടെ ബഹുമാനപ്പെട്ട ADGP മാഡവും അതുപോലെ തന്നെ DIG സാറുമായിരുന്നു. കേരള പോലീസ് അക്കാദമിയിൽ ഞങ്ങളുടേതായി, ഞങ്ങളുടെ ബാച്ചിൻ്റേതായി ഓർമ്മിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ വർക്ക്
എന്ന ആശയത്തിൻ്റെ പുറത്താണ് ഈ പ്രൊജക്റ്റ് വർക്കുകൾ വന്നിട്ടുള്ളത്. സീനിയർ ഉദ്യോഗസ്ഥരുടെ ഉപദേശ നിർദ്ദേശങ്ങളോടെ ഞങ്ങൾ തിരഞ്ഞെടുത്ത 8 പ്രൊജക്റ്റുകളും പൂർത്തിയായിരിക്കുകയാണ്. ഈ പ്രൊജക്റ്റുകളെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. 29th B ബാച്ച് പ്രൊജക്റ്റിൽ 4 പ്രൊജക്റ്റുകളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 15 അംഗങ്ങൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പ് 1ൻ്റെ പ്രൊജക്റ്റാണ് ഓട്ടോമേറ്റഡ് സോളാർ ലൈറ്റ് സിസ്റ്റം. ഊർജ്ജ സംരക്ഷണം എന്ന ആശയം മുൻനിർത്തി പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ലൈറ്റ് സിസ്റ്റമാണ് ഗ്രൂപ്പ് 1 പ്രൊജക്റ്റായി തിരഞ്ഞെടുത്തത്. സൗരോർജ്ജത്തെ ഇലക്ട്രിസിറ്റി ആക്കുന്ന സോളാർ പാനൽ, ഊർജ്ജം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റ്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇരുട്ട് വീണാൽ തനിയെ തെളിയുന്ന ലൈറ്റ് യൂണിറ്റ് എന്നിവയാണ് ഓട്ടോമേറ്റഡ് സോളാർ ലൈറ്റ് സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങൾ. ഒരു പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിലല്ല, അതിനേക്കാളും ഉപരിയായി കേരള പോലീസ് അക്കാദമി പോലെ ഊർജ്ജ ഉപഭോഗം അധികമുള്ള ഒരു സ്ഥാപനത്തിൽ റിന്യൂവബിൾ എനർജിയുടെ ഉപയോഗം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായി ഒരു ചെറു മാതൃക എന്ന നിലയിലാണ് ഗ്രൂപ്പ് അംഗങ്ങൾ ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. തിങ്ക് ഓഡിറ്റോറിയത്തിന് മുൻവശത്തായാണ് ഗ്രൂപ്പ് അംഗങ്ങൾ ഒത്തുചേർന്ന് ഓട്ടോമാറ്റിക് സോളാർ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 29th B ബാച്ചിലെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ആൻഡ് സൊല്യൂഷൻസ്. പ്ലാസ്റ്റിക് വേസ്റ്റ് നിർമ്മാർജ്ജനം പ്രകൃതി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കേരള പോലീസ് അക്കാദമി പോലെ പ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബൃഹത് സ്ഥാപനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്നത് തീർച്ചയായും ഒരു തലവേദന തന്നെയാണ്. ഈ വസ്തുതയുടെ ഗൗരവസ്ഥിതി മനസ്സിലാക്കിയ ഗ്രൂപ്പ് 2 അംഗങ്ങൾ തിരഞ്ഞെടുത്തത് ഈ വിഷയത്തിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. അക്കാദമിയിലേക്ക് പ്ലാസ്റ്റിക് എത്തുന്ന വിധം, അതിൻ്റെ സോഴ്സസ്, അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന വിധം, ഏതെല്ലാം വിധത്തിൽ ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അക്കാദമിയുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നു എന്നിങ്ങനെ വിവിധ തലങ്ങളിലായാണ് ഗ്രൂപ്പ് പഠനം നടത്തിയത്. അക്കാദമി ക്യാമ്പസിൽ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പരിഹാര മാർഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അക്കാദമിയിൽ ചെറിയ തോതിലെങ്കിലും ഒരു വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് അവർ ഉപസംഹരിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് 3 29th B ബാച്ചിലെ ഗ്രൂപ്പ് 3ൻ്റെ പ്രൊജക്റ്റായിരുന്നു കോവിഡ് ഗാലറി. COVID-19 പശ്ചാത്തലത്തിൽ അക്കാദമിയിൽ നിന്നും കോവിഡ് ഡ്യൂട്ടിക്ക് അയച്ച ട്രെയിനികളും അതുപോലെ തന്നെ കേരള പോലീസും നടത്തിയ സേവനങ്ങളുടെ ഫോട്ടോ ഗാലറിയാണ് പ്രൊജക്റ്റ് വർക്കിനായി 3ാം ഗ്രൂപ്പ് തിരഞ്ഞെടുത്തത്. അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിൻ്റെ സൗത്ത് ബ്ലോക്കിൽ എൻട്രൻസിനോടനുബന്ധിച്ചാണ് കോവിഡ് ഗാലറി സ്ഥാപിച്ചിട്ടുള്ളത്. കേരള പോലീസ് കോവിഡിനെ ചെറുക്കുന്നതും അതുപോലെ തന്നെ കേരളത്തെ സംരക്ഷിക്കുന്നതും കാണിക്കുന്ന ഒരു ശില്പ മാതൃക കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ദുരന്തങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് നമുക്കുള്ളത് എന്ന് അക്കാദമിയിലെ വരും തലമുറകൾക്ക് കൂടി ബോധ്യപ്പെടുത്തുവാനും അവർക്കൊരു പ്രചോദനം നൽകുവാനുമായാണ് COVID-19 ഗാലറി കൊണ്ട് ഗ്രൂപ്പ് അംഗങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് 4ൻ്റെ പ്രൊജക്ട് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് കെപ്പായ് യൂണിറ്റ് ഹോസ്പിറ്റൽ ഗാർഡൻ. കേരള പോലീസ് അക്കാദമിയുടെ സൗന്ദര്യം തന്നെ അതിൻ്റെ ഹരിതാഭയും പച്ചപ്പുമാണ്. അക്കാദമി യൂണിറ്റ് ഹോസ്പിറ്റലിന് മുൻവശത്തുള്ള 800 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തും ചെടികൾ നട്ടും അക്കാദമിയുടെ പച്ചപ്പിനെ മാറ്റുകൂട്ടുകയാണ് ഗ്രൂപ്പ് അംഗങ്ങൾ ചെയ്തിട്ടുള്ളത്. പുല്ല് വളർന്ന് കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി അത് മണ്ണിട്ട് നിരപ്പാക്കി മെക്സിക്കൻ ഗ്രീൻ ഗ്രാസ് നട്ടുപിടിപ്പിക്കുകയും റെഡ് ഓക്ക് റെനവല പാം ട്രീകൾ 2 നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ചുറ്റും ഇരുമ്പ് നെറ്റ് കൊണ്ട് മറയുണ്ടാക്കി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പുഷ്പസസ്യങ്ങൾ നട്ടും ഉദ്യാനത്തിന് മോടി കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 4 ചെയ്തിട്ടുള്ള പ്രൊജക്ട്. ഇത്രയുമാണ് 29th B ബാച്ചിന്റെ ഗ്രൂപ്പ് വർക്ക്സ്. ഇനി 30th ബാച്ചിന്റെ 4 പ്രൊജക്ട്സ് 11 പേർ വീതമുള്ള 4 ഗ്രൂപ്പുകളായാണ് അവർ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് 1ന്റെ പ്രൊജക്ട് ആയിരുന്നു ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഡ്രൈ ക്യാൻറ്റീൻ. കേരള പോലീസ് അക്കാദമിയുടെ സൗന്ദര്യവൽക്കരണത്തിനായി ഗ്രൂപ്പ് 1 തിരഞ്ഞെടുത്തത് അക്കാദമി പ്രവേശന കവാടത്തിന് സമീപമുള്ള വെറ്റ്, ഡ്രൈ ക്യാൻറ്റീൻ, സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന തൃപ്തി കെട്ടിടത്തിന് മുൻവശത്തുള്ള 650 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ്. സ്ഥലം മണ്ണിട്ട് ലെവൽ ചെയ്ത് പുൽത്തകിടി നട്ടുപിടിപ്പിക്കുകയും അലങ്കാര സസ്യങ്ങൾ നട്ട് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഹരിതാന്തരീക്ഷത്തിനും പേരുകേട്ട കേരള പോലീസ് അക്കാദമിയുടെ ഹരിതസമ്പന്നമായ ലാൻഡ്സ്കേപ്പിൽ കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് ആൽബമായിരുന്നു ഗ്രൂപ്പ് 2ന്റെ പ്രൊജക്ട്. ഇവിടെ ദേശാടന പക്ഷികൾ ഉൾപ്പെടെ വിശാലമായ ഒരു ഏവിയൻ ജനസംഖ്യയുള്ള പക്ഷി നിരീക്ഷകരുടെ പറുദീസയാണ് കേരള പോലീസ് അക്കാദമി. അക്കാദമിയിൽ ഇത്തരത്തിലൊരു വൈൽഡ് ലൈഫ് ആൽബം എന്ന ഉദ്യമം ആദ്യമായാണ്. ഇൻ ടു ദ വൈൽഡ് എന്ന പേരിൽ അക്കാദമിക്കായി ഒരു വൈൽഡ് ലൈഫ് ആൽബം തയ്യാറാക്കി ഗ്രൂപ്പ് അംഗങ്ങൾ പ്രൊജക്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. 30th ബാച്ചിലെ ഗ്രൂപ്പ് 3 തിരഞ്ഞെടുത്തത് ബുദ്ധ ഗാർഡൻ എന്ന പേരിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അക്കാദമിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് ഉൾവശത്തുള്ള 300 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് പ്രൊജക്ട് വർക്കിനായി ഗ്രൂപ്പ് 3 അംഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രസ്തുത സ്ഥലം മോടി പിടിപ്പിച്ച് മനോഹരമാക്കി ബുദ്ധ ഗാർഡൻ എന്ന പേര് നൽകി. ബോധിവൃക്ഷ ചുവട്ടിൽ ധ്യാന നിമഗ്നനായുള്ള ബുദ്ധ വിഗ്രഹം സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊരുവനാണ് സ്വയമേവ സത്യത്തിലേക്കോ ധർമ്മത്തിലേക്കോ ബോധദീപ്തനാവുന്നത് അവനെയാണ് ബുദ്ധൻ എന്ന വാക്കിനാൽ വിവക്ഷിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ അറിവ് പകർന്നു നൽകുന്ന അക്കാദമി തന്നെ ഒരു ബുദ്ധ വിഹാരമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലൊരു ബുദ്ധ ഗാർഡൻ ഗ്രൂപ്പ് അംഗങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. 30th ബാച്ചിലെ 4th ഗ്രൂപ്പ് ക്രിയേറ്റീവ് സ്പേസ് യൂസിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന വ്യത്യസ്തമായ ഒരു പ്രൊജക്റ്റാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഉപയോഗിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരമാക്കി മാറ്റാതെ പ്ലാസ്റ്റിക് അടങ്ങിയ പാഴ്വസ്തുക്കളിൽ സൗന്ദര്യം കണ്ടെത്തി അവയെ കൂടുതൽ മനോഹരമാക്കി കാഴ്ചയ്ക്ക് അനുഭൂതി നൽകുന്ന രീതിയിൽ മാറ്റുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഉപയോഗശൂന്യമായ കുപ്പികളിൽ ബോട്ടിൽ ആർട്ട് ചെയ്ത് മനോഹരമാക്കി പ്ലാസ്റ്റിക് ഓർ പേപ്പർ കൊണ്ട് മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാക്കിയും അക്കാദമി അലങ്കരിക്കുന്ന ദൗത്യമാണ് ഗ്രൂപ്പ് അംഗങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാനൈപുണ്യം അക്കാദമി ഭിത്തികൾക്ക് മാറ്റുകൂട്ടുന്ന രീതിയിൽ ചെറു ഷെൽഫുകളിലായി ക്രമീകരിക്കുകയും ചെയ്തു. വേസ്റ്റ് മാനേജ്മെന്റിന് തന്നെ കലാപരമായ ഒരു വശം നൽകിയാണ് ഗ്രൂപ്പ് പ്രൊജക്ട് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് 29th B and 30th ബാച്ചുകളുടെ പ്രൊജക്ട്. താങ്ക് യു. താങ്ക് യു കൃഷ്ണ. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് DSP ശ്രീ AJ ജോർജ് അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ADGP ആൻഡ് ഡയറക്ടർ കേപ്പ ഡോക്ടർ ബി സന്ധ്യ IPS അവരെ, ബഹുമാനപ്പെട്ട DIG ട്രെയിനിങ് ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവരെ, ബഹുമാനപ്പെട്ട AD-മാരായ അജി സാർ, സുബ്രഹ്മണ്യൻ സാർ, നജീബ് സാർ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു DYSPമാർ, ട്രെയിനേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സബ് ഇൻസ്പെക്ടർ കേഡറ്റ്സ്, ഒക്ടോബർ 2 തീയതിയായിരുന്നു 29th A ഫസ്റ്റ് ബാച്ചിൻ്റെ 121 പേരുടെ ഇവിടെ ട്രെയിനിങ് ആരംഭിച്ചത്. 2019 നവംബർ 10 തീയതി അവരിവിടെ നിന്ന് പാസിംഗ് ഔട്ടായി പോയി. ആ സമയത്ത് 29th B ബാച്ചും 30th A ബാച്ചിൻ്റെയും ട്രെയിനിങ് തുടങ്ങിയിരുന്നു. അവരുടെ ട്രെയിനിങ് പൂർത്തിയായി പാസ് ഔട്ട് ശേഷമാണ് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ചാർജ്, ഇൻഡോറിൻ്റെ ചാർജ് എനിക്ക് നൽകിയിട്ടുള്ളത്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഡോർ വിഭാഗം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പിക്കുകൾ സിലബസ് അനുസരിച്ച് നിങ്ങളെ പഠിപ്പിക്കാനുണ്ടായ ഭാഗ്യമെന്ന് പറയുന്നത്, ഞാനും നിങ്ങളെപ്പോലെ സബ് ഇൻസ്പെക്ടർ കേഡറ്റ്സായി സബ് ഇൻസ്പെക്ടർ ട്രെയിനിയായിട്ട് 1995 പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ, സർവീസ് ജീവിതത്തിൽ അത് എനിക്ക് നിങ്ങളെപ്പോലെ സബ് ഇൻസ്പെക്ടർ കേഡറ്റ്സിനെ ട്രെയിൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് എൻ്റെ ജീവിതത്തിൻ്റെ, സർവീസ് ജീവിതത്തിൻ്റെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ 2 വർഷം, 2.5 വർഷക്കാലം 121, ഇപ്പം 104, 14 പേർ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു.
ഇനിയൊരു 30 വർഷക്കാലം 25-30 വർഷമിടയ്ക്ക് കേരള പോലീസിൽ നട്ടലായിട്ട് ഡിസിഷൻ മേക്കിംഗ് ഫീൽഡ് തലത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് ആ ഒരു ട്രെയിനിങ് പ്രക്രിയയുടെ ചെറിയൊരു അംശമായി മാറാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷം കൊള്ളുകയും ചെയ്യണം. ഈ ബാച്ച് 2 ബാച്ച് സംബന്ധിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള 5 കാര്യങ്ങളാണ്. ഒന്ന്, കേരള പോലീസ് ചരിത്രത്തിൽ മറ്റ് ബാച്ചുകൾക്കൊന്നും കിട്ടാത്ത ചില അപരിചിതമായ സാഹചര്യങ്ങൾ നിങ്ങൾ തരണം ചെയ്തു. ഇനി തരണം ചെയ്യാനായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മുമ്പ് സംസാരിച്ച മാഡം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതാണ് COVID-19. അത് ഈ 2 ബാച്ചിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. കാരണം നിങ്ങൾക്ക് ട്രെയിൻ കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് കാലഘട്ടത്തിലൂടെയാണ് പരിശീലനം പൂർത്തിയാക്കിയതെന്ന് ഒരു പക്ഷേ വളരെ വിസ്മയത്തോടെ നിങ്ങൾക്കത് ഓർക്കാൻ കഴിയുമെന്നാണ് ഞാനത് കണക്ക് കൂട്ടുന്നത്. കാരണം ഈ മാസ്ക് വെച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു സബ് ഇൻസ്പെക്ടർ കേട്ട് ഞങ്ങൾ പുറത്തു പോയിട്ടില്ല. 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ഈ മാസ്ക് വെച്ച ചിത്രങ്ങൾ എടുത്ത് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അപ്പോൾ ആശ്ചര്യപ്പെടും, ഈ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മുടെ ട്രെയിനിങ് നടന്നു പോയെന്നുള്ളത്. രണ്ടാമത്തെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷൻ, ഞങ്ങൾ ട്രെയിനിങ് സമയത്ത് പോലീസ് സ്റ്റേഷൻ്റെ പടി പോലും കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം പോലീസ് സ്റ്റേഷൻ്റെ മേലുകാവ് പോലീസ് സ്റ്റേഷനാണ് സ്വന്തം പോലീസ് സ്റ്റേഷൻ. അതിൻ്റെ 8 ഏതൊക്കെ പോലും ഞാൻ പോയിട്ടില്ല പേടിയായ സമയത്ത്. പക്ഷേ പേടിയായിരുന്നു ആ സമയത്ത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മദർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അതും വലിയ ഭാഗ്യമാണ്. പിന്നെ ഈ ബാച്ചിനുണ്ടായ ഇനി അങ്ങോട്ട് തുറന്നുണ്ടാവുമായിരിക്കും. ഈ ബാച്ചിനുണ്ടായ മറ്റൊരു പ്രത്യേകതയാണ് ഓൺലൈൻ ആൻഡ് വെബിനാർ ക്ലാസ്സുകൾ. ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കും, നിങ്ങൾ ബാരക്കിലിരുന്ന് കാണും, കേൾക്കും, പഠിക്കും. കോവിഡിൻ്റെ ഡ്യൂട്ടി സമയത്താണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് നമുക്ക് വന്നിരുന്നു. അതും ഈ ഒരു ബാച്ചിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ ഒരു ബാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കാണുന്നത് കേരള പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ ഓഫീസർ ബെസ്റ്റ് ഔട്ട്ഡോർ ആൻഡ് ബെസ്റ്റ് ഓൾറൗണ്ടറായി എന്നുള്ളതാണ്. അത് സരിതയുടെ പേര് കേരള പോലീസ് ചരിത്രത്തിൽ എന്നും എഴുതി ചേർക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് 30ാമത് ബാച്ചിനെയും സരിതയും ഞാൻ ആ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടുതലായിട്ട് പിന്നെ ഞാൻ കടമയിലേക്ക് കിടക്കുകയാണ്. നന്ദി പ്രകാശമാണ് എൻ്റെ ജോലി. ഈ തിരക്കുള്ള സമയത്തും ഈ ഒരു പ്രതിസന്ധി സമയത്തും നിങ്ങളുടെ പാസിംഗ് ഔട്ട് സമയത്ത് ഇവിടെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് മാഡം തിരുവനന്തപുരത്ത് നിന്ന് വന്നു. ഇവിടെ ഒരാഴ്ചയായിട്ട് തങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സന്മനസ്സിന് കേരള പോലീസ് അക്കാഡമിയുടെ പേരിലും ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും കേരള പോലീസ് അക്കാഡമി പേരിലും പ്രത്യേകിച്ച് 29-30 ബാച്ചുകളിലെ സബ് ഇൻസ്പെക്ടറുടെ കേഡറ്റ്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓൺലൈൻ ട്രെയിനിങ് അല്ലെങ്കിൽ വെബിനാർ കോഴ്സുകൾ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു എന്തായിരുന്നുള്ളത്. ഇതെങ്ങനെ നടത്തും എന്നുള്ളതിൻ്റെ പ്രായോഗികത സംബന്ധിച്ച് വളരെ ആശങ്കാകുലതയോടെ അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങൾക്കൊരു ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ വെബിനാർ കോഴ്സുകളോ നടത്തേണ്ട ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ, അക്കാഡമി വന്നപ്പോൾ അതെങ്ങനെ നടത്തണമെന്ന് വളരെ വിശദമായി ടെക്നിക്കലായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരികയും അത് ഞങ്ങളെ കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട DIG. ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ആശങ്കയില്ല നമുക്ക്. നമ്മൾ ഫെമിലറായി കഴിഞ്ഞു ആ ഒരു ട്രെയിനിങ് രീതിയോട്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് അക്കാഡമിയുടെ ജീവനാഡിയായ നമ്മുടെ ട്രെയിനിങ് DIG ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവർക്ക് 29th B ബാച്ചിൻ്റെയും 13th ബാച്ചിൻ്റെയും കേരള പോലീസ് അക്കാഡമിയുടെയും കേരള പോലീസ് അക്കാഡമിയുടെ ഓരോ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ശ്രീ അജിത് സാറ്, ശ്രീ സുബ്രഹ്മണ്യൻ സാറ്, ശ്രീ നജീബ് സാറ്, മറ്റെല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന് സാങ്കേതിക സഹായം ചെയ്തു വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ നന്നായി ജോലി ചെയ്യുക,
കഴിഞ്ഞ ബാച്ചോട് ഞാൻ പറഞ്ഞു വിട്ട് അങ്ങനെയാണ് പറഞ്ഞു വിട്ടത്. നന്നായി ജോലി ചെയ്യുക, നല്ലൊരു മനുഷ്യനാകുക. മനുഷ്യത്വമാനായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുമ്പോൾ എനിക്ക് മനുഷ്യത്വം കയറി വരും. അപ്പോൾ ആ രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് നിങ്ങളെ മുന്നോട്ടുള്ള നിങ്ങളുടെ സർവീസ് ജീവിതം അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഗ്രാജുവേഷൻ സെറിമണിയുടെ ചടങ്ങുകൾ അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി കഴിഞ്ഞതായി അറിയിക്കുന്നു.